നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. വിവാദമായ ബന്ധു നിയമന കേസിൽ മന്ത്രി കെ.ടി. ജലീൽ കുറ്റക്കാരനെന്ന് ലോകായുക്തയുടെ വിധി. ജലീൽ സ്വജനപക്ഷപാതവും സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയെന്നും മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്നും ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്, ഉപലോകായുക്ത ഹാറൂൺ അൽ റഷീദ് എന്നിവരുടെ ഉത്തരവിൽ പറയുന്നു. റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കണമെന്ന് ലോകായുക്ത നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജരായി ബന്ധു കെ.ടി. അദീബിനെ നിയമിച്ച നടപടിയിലാണ് മന്ത്രി കെ.ടി. ജലീലിനെതിരായ ലോകായുക്തയുടെ സുപ്രധാന വിധി. കോഴിക്കോട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് റീജിയണൽ ഓഫീസിലെ സീനിയർ മാനേജരായിരിക്കവെയാണ് അദീബിനെ കോർപ്പറേഷൻ ജനറൽ മാനേജരായി നിയമിച്ചത്. അദീബിന് നിയമനം ലഭിക്കാൻ യോഗ്യതയിൽ ഇളവുകൾ വരുത്തി വിജ്ഞാപനമിറക്കിയെന്ന ആരോപണമാണ് മന്ത്രിക്കെതിരെ ഉയർന്നത്. യൂത്ത് ലീഗ് നേതാവ് വി.കെ. മുഹമ്മദ് ഷാഫിയാണ് മന്ത്രിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ലോകായുക്തയെ സമീപിച്ചത്. പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം പൂർണ്ണമായും സത്യമാണെന്ന് വിലയിരുത്തിയ ലോകായുക്ത മന്ത്രി സ്വജനപക്ഷപാതം, സത്യപ്രതിജ്ഞാ ലംഘനം, അധികാര ദുർവിനിയോഗം എന്നിവ നടത്തിയെന്ന് കണ്ടെത്തി. ജലീലിനെതിരായ ഗുരുതരമായ മറ്റ് കണ്ടെത്തലുകൾ ഇവയാണ്: ജനറൽ മാനേജർ തസ്തികയ്ക്ക് യോഗ്യതയായി ബിടെക്, PG.DBA കൂടി ഉൾപ്പെടുത്തിയത് ബന്ധുവായ കെ.ടി. അദീബിന് നിയമനം ലഭിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. കോർപ്പറേഷന് നിർദ്ദേശമില്ലാതെയായിരുന്നു ഈ ഇടപെടൽ. ഇതിലൂടെ സ്വന്തക്കാരന് വേണ്ടി പദവി ദുരുപയോഗം ചെയ്തു. അതിനാൽ മന്ത്രിസഭയിലെ അംഗമായി തുടരാൻ ജലീലിന് അർഹതയില്ലെന്ന് ഉത്തരവിൽ പറയുന്നു. ലോകായുക്ത നിയമം 12(3) പ്രകാരം അധികാരിയായ മുഖ്യമന്ത്രിക്ക് വിധിപ്പകർപ്പ് നൽകുമെന്നും ജസ്റ്റിസ് സിറിയക് ജോസഫ്, ഉപലോകായുക്ത ഹാറൂൺ അൽ റഷീദ് എന്നിവരുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. നേരത്തെ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസാണ് ബന്ധു നിയമന വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ മുഖ്യമന്ത്രിയും കെ.ടി. ജലീലും ആരോപണങ്ങൾ നിഷേധിച്ചു. വിവാദത്തെ തുടർന്ന് അദീബ് ജനറൽ മാനേജർ പദവി രാജിവെച്ചിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. വിഷയത്തിൽ നമ്മോടൊപ്പം മുൻ ലോകായുക്ത ജസ്റ്റിസ് കെ.പി. ബാലചന്ദ്രൻ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് അനിൽകുമാർ CPM നേതാവ്, എ. സജീവൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അനിൽ ബോസ് KPCC സെക്രട്ടറി എന്നിവരാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് തത്സമയം ഉണ്ടാവുക. ആദ്യം അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇതിനേക്കാൾ വലിയൊരു വിധി വരാനുണ്ടോ ഒരു മന്ത്രിക്കെതിരെ? ഇപ്പോഴും മന്ത്രി ആ സ്ഥാനത്ത് തുടരുകയാണോ? ഇവിടെ ബഹുമാനപ്പെട്ട ലോകായുക്തയുടെ വിധി മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും മുഖ്യമന്ത്രി ആ വിധി പരിശോധിച്ച് നിയമാനുസരണമുള്ള നടപടി കൈക്കൊള്ളാൻ ബാധ്യസ്ഥനാണ്. ആ നിലയിൽ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിയമാനുസൃതമായി ലോകായുക്ത വിധി മുഖ്യമന്ത്രി അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ് CPM മനസ്സിലാക്കുന്നത്. ഏതൊരു നീതിന്യായ സ്ഥാപനവും ഒരു വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആ വിധിയെ സംബന്ധിച്ച് നിലപാടുകൾ സർക്കാരുകൾ സ്വീകരിക്കും. ഒരു വിധി വന്നാൽ ആ വിധി നിലനിൽക്കുവോളും അത് നടപ്പാക്കാൻ ബാധ്യസ്ഥനാണ്. ലോകായുക്ത വിധിയൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ സർക്കാരുകളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ LDF സർക്കാരിനെ കൂട്ടണ്ട, പിണറായി വിജയനെ കൂട്ടണ്ട. ഏതെങ്കിലും വിധിയോട് ഭ്രമമോ മതിഭ്രമമോ പരിഭ്രമമോ, വിധി വന്നാൽ അതിനോട് ഭ്രാന്തിളകുന്ന നിലപാടോ ഇടതുപക്ഷ ജനാധിപത്യത്തിനില്ല. രാജ്യത്തെ പരമോന്നത സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് വിധിച്ചപ്പോൾ ആ വിധിക്കെതിരായി ഭ്രാന്തിളകിയ ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത്. പണ്ട് നിങ്ങളെ ചില ജഡ്ജിമാരുടെ കോലം കത്തിച്ചിട്ടുണ്ട്, അവരെ വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടമൊക്കെ പോയി. ആ വിധിന്യായങ്ങൾ, അത്തരം വിധിന്യായങ്ങൾ അതേ ഹൈക്കോടതി തന്നെ, അതെ, അത്തരം വിധിന്യായങ്ങൾ സൃഷ്ടിച്ച അതേ കോടതി തന്നെ ആ വിധിന്യായങ്ങൾ ഇടയാക്കിയ ആ കുറ്റപത്രം നിലനിൽക്കത്തില്ല എന്ന് പലതവണ കണ്ടെത്തി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വിമർശിക്കപ്പെടേണ്ട സാഹചര്യം എന്നാണ്. നോക്കൂ, നിങ്ങൾക്ക് ഇനി ഭാവിയിൽ വേറൊരു കോടതി ഞങ്ങൾ ഈ പറയുന്ന വിധി മറികടന്ന് വേറൊരു വിധി തരുമെന്ന് അറിഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ അന്ന് കോലം കത്തിക്കുകയും ആളെ വെള്ളത്തിലൊഴുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ആ വിധി നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ മുഖ്യമന്ത്രി നിയമപരമായി ബാധ്യസ്ഥനാണ് ലോകായുക്തയുടെ ഈ നിർദ്ദേശം നടപ്പിലാക്കാൻ എന്നതിൻ്റെ അർത്ഥം അഡ്വക്കേറ്റ് അനിൽകുമാർ, കെ.ടി. ജലീൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ രാജിവെക്കാൻ പോകുന്നു എന്നാണ്. അതിനെക്കുറിച്ച് വ്യക്തമായ നിലപാടുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു തവണ പരിശോധിച്ച വിഷയമാണിത്. അതിൽ കേരള ഹൈക്കോടതിയുടെ വിധി നിലവിലുണ്ട്. ആ വിധിക്കകത്ത് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഈ ഉന്നയിക്കപ്പെട്ട വാദങ്ങൾ നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതിയുടെ വിധിയുണ്ട്. അതോടൊപ്പമാണ് ഇപ്പോൾ ലോകായുക്തയുടെ ഒരു വിധി വന്നിട്ടുള്ളത്. ഇതിലേത് വിധിയാണ് നിലനിൽക്കുക, അതെങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നത് സംബന്ധിച്ച് നിയമവഴികളിൽ വ്യക്തത വേണ്ടതാണ്. ആ വ്യക്തത നൽകുന്നതിനും എന്റെ ഓർമ്മ ഒന്ന് പുതുക്കി തരൂ. വേറെ ഏത് വിധിയാണ് ജസ്റ്റിസ് ഡോക്ടർ കെ.ടി. ജലീലിന് അനുകൂലമായി വന്നിട്ടുള്ളത്? ബഹുമാനപ്പെട്ട പി.കെ. ഫിറോസ് കേരള ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് നൽകിയിരുന്നു.
ആ കേസിനകത്ത് കേരള ഹൈക്കോടതി തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു വിധി പറഞ്ഞിട്ടുണ്ട്. പരാതിക്കാരനായ ഫിറോസിനോട് അതിന് നഷ്ടപരിഹാരം കൊടുക്കാനും വിധിച്ചിട്ടുള്ള ഒരു വിധി ഹൈക്കോടതിയുടെ ഭാഗമായിട്ട് നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ ലോകായുക്തയുടെ വിധി നമ്മുടെ മുമ്പിലുണ്ട്. ഈ വിധികൾ തമ്മിലുള്ള സാധുതകൾ എന്തെന്ന് പരിശോധന ആവശ്യമുണ്ടല്ലോ. അപ്പൊ മുഖ്യമന്ത്രിയോട് നിർദ്ദേശം കൊടുക്കുകയും മുഖ്യമന്ത്രിക്ക് അത് സമർപ്പിക്കുകയും ചെയ്യുമെന്ന് ലോകായുക്ത പറഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? അതിന്റെ സാധുത സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു പരിശോധനയ്ക്ക് സാവകാശം വേണം. അത് മുഖ്യമന്ത്രി പരിശോധിക്കും. ഞങ്ങളെ സംബന്ധിച്ച് നടപ്പാക്കാൻ ബാധ്യസ്ഥമായ വിധികൾ എന്തോ ആ വിധികൾ നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന നിലപാട് ഞങ്ങൾ പുതിയ നിലപാടല്ല. വിധിയെ വെല്ലുവിളിക്കലോ അല്ലെങ്കിൽ വിധി തെറ്റാണെന്ന് പറഞ്ഞ് കിടക്കലോ അല്ല. വിധി നടപ്പാക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ പറയുന്നത് നടപ്പാക്കുക തന്നെ ചെയ്യും. അതേസമയം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത വിധികൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അപ്പൊ അതില് ഹൈക്കോടതിയുടെ കണ്ടെത്തലാണോ ശരി, ഇപ്പൊ ലോകായുക്ത പറഞ്ഞതാണോ അന്തിമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിയമപരമായ വഴിയിൽ തന്നെ വ്യക്തമാക്കപ്പെടേണ്ടതാണ്. ഇതിലെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളല്ല ഉന്നയിക്കപ്പെട്ടത്. ഇവിടെ കഴിഞ്ഞ ഹൈക്കോടതി എന്ത് കേസാണ് പരിഗണിച്ചത് ഞാൻ ഓർക്കുന്നു. താങ്കൾ അത് പറയുമ്പോൾ ഞാനത് ഓർക്കുന്നു. പക്ഷേ ലോകായുക്ത രൂപീകൃതമായത് നമുക്കറിയാവുന്നതുപോലെ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ആ കോടതിയാണ് യാതൊരു വിധത്തിൽ അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധത്തിൽ ഇങ്ങനെ ഒരു ഡിവിഷൻ ബെഞ്ച്, അതും ജസ്റ്റിസ് സിറിയക് ജോസഫ്, ജസ്റ്റിസ് ഹാറൂണുൽ റഷീദ്, രണ്ടുപേരും മഹനീയ ഹൈക്കോടതി വ്യക്തിത്വങ്ങളാണ്. രണ്ടുപേരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കോടതി വേറെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും ഒരു സെഗ്മെന്റ് പരിഗണിച്ചിരുന്നോ എന്ന് പരിശോധിക്കുന്നതിന് പകരം അഴിമതി പരിശോധിക്കാൻ നിയുക്തമായിട്ടുള്ള ലോകായുക്തയുടെ ഡിവിഷൻ ബെഞ്ച് ഖണ്ഡിതമായി പറഞ്ഞ കാര്യം പ്രഥമ ദൃഷ്ട്യാ അംഗീകരിച്ച് തടി രക്ഷപ്പെടുത്തുന്നതല്ലേ നല്ലത്? അതിനെക്കുറിച്ച് വ്യക്തമായി പറയാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ PK ഫിറോസ് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകി. അതിനുശേഷം നിയമനാധികാരിയായിട്ടുള്ള ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകി. ആ രണ്ട് സന്ദർഭങ്ങളിലും PK ഫിറോസിന്റെ ഹർജി തള്ളുക മാത്രമല്ല, ചെലവിന് കൊടുക്കണമെന്നും രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി കോടതിയെ ദുരുപയോഗം ചെയ്തിരുന്നെന്നും ഹൈക്കോടതി ഇതേ കേസിൽ തന്നെ പരാമർശങ്ങളുണ്ട്. ഇപ്പൊ ലോകായുക്തയുടെ വിധി വന്നിട്ടുണ്ട്. ഇതിൽ അഴിമതി എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ട കാര്യം സാങ്കേതികത്തിൽ കടിച്ചു കൂങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഏതെങ്കിലും സാമ്പത്തികമായ ഒരു പ്രശ്നം അതിൽ ഉയർന്നു വന്നിട്ടില്ല. മറിച്ച് മുസ്ലിം ലീഗിന്റെ കൈവശമുണ്ടായിരുന്ന ഒരു കോർപ്പറേഷൻ, അതിന്റെ ധാരാളം പണം ഈടാക്കിയെടുക്കാനുള്ളൊരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ പണം ഈടാക്കിയെടുക്കാൻ ആരെങ്കിലും ചുമതലക്കാർ വന്നാൽ അവരെ അവിടെ വാഴിക്കാത്തൊരു പ്രശ്നം ഉയർന്നു വന്നിരുന്നു. അപ്പം അതിന് വിശ്വസ്തമായ നിലയിൽ ചില ആളുകൾ ഇടപെട്ടാൽ മാത്രമേ ആ സ്ഥാപനത്തെ കരകയറ്റാൻ കഴിയുകയുള്ളൂ. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം കരകയറ്റിയ കൂട്ടത്തിൽ ഈ സ്ഥാപനത്തെയും ആ നിലയിൽ രക്ഷപ്പെടുത്താൻ സർക്കാർ ശ്രമിച്ചിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ടവർ ശ്രമിച്ചിട്ടുണ്ടാവും. അതിന് വിശ്വസ്തരായവരോട് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണോ? മന്ത്രിക്ക് വിശ്വസ്തൻ മന്ത്രിയുടെ ഫസ്റ്റ് കസിൻ മാത്രമാണോ? ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ഒരു മിനിറ്റ്, എനിക്ക് കുറച്ച് സമയം തരൂ. ജസ്റ്റിസ് ബാലചന്ദ്രൻ, താങ്കൾ ലോകായുക്തയായിരുന്നു. ഇപ്പോൾ ലോകായുക്തയുടെ വിധി വന്നിരിക്കുകയാണ്. എത്ര കണ്ട് സർക്കാർ ഈ വിധി അനുസരിക്കാൻ ബാധ്യസ്ഥമാണ് സർ? ഈ വിധി അനുസരിക്കാൻ ചീഫ് മിനിസ്റ്റർ ആണ് കോമ്പിറ്റന്റ് അതോറിറ്റി. ഹി ഈസ് ബൗണ്ട് ടു ആക്സെപ്റ്റ് ഇറ്റ്. അതിലെ സെക്ഷൻ 14 പ്രകാരം public servant has to vacate office if directed by Lokayukta, where after the investigation to a complaint, the Lokayukta or an Upalokayukta is satisfied that the complaint involving an allegation, ഇത് അലിഗേഷൻ ആണ്. ഇതിൽ വരുന്നത് അലിഗേഷനും ഗ്രീവൻസും ആണ്. ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പേഴ്സണലായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ. ഇത് അലിഗേഷനാണ്. Allegation against the public servant is substantiated, and that the public servant concerned should not continue to hold the post held by him, the Lokayukta or the Upalokayukta, as the case may be, shall make a declaration to that effect in his report under subsection 3 of section 12, where the competent authority is the governor, the government of Kerala, or the chief minister. He or it shall accept the declaration. Mandatory ana, shall accept the declaration. In other cases, the competent authority concerned shall send a copy of such report to the government, which shall accept the declaration. So, idile chief minister ആണ് competent authority എങ്കിൽ he is bound to accept the declaration made by Lokayukta.
സാധാരണഗതിയിൽ ലോകായുക്തക്ക് ഒരു മിനിറ്റ് സാർ, സാധാരണഗതിയിൽ ഇതിൽ ലോകായുക്തക്ക് പറയുന്നുണ്ട്. നിർദ്ദേശം സമർപ്പിക്കാനല്ലേ കഴിയൂ? ഇതൊരു ഡിക്ലറേഷൻ ആകുമ്പോൾ ലോകായുക്ത തങ്ങളുടെ അധികാര പരിധിയിൽ അല്പം മുന്നോട്ട് കയറി നിൽക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. അതില് സെക്ഷൻ 12(3) അനുസരിച്ചുള്ള റിപ്പോർട്ടിൽ അലിഗേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുകയും ചെയ്തു. ആൻഡ് ദി ലോകായുക്ത enters into a finding that the officer, public servant, shall not continue to hold the office held by him. The Lokayukta or the Upalokayukta, as the case may be, shall make a declaration to that effect in his report under subsection 3 of section 12. അപ്പം സബ്സെക്ഷൻ 3 ഓഫ് സെക്ഷൻ 12 അനുസരിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ അയച്ചിട്ടുള്ളത്. അതിൽ ഡിക്ലറേഷനും ഉണ്ട്. ഹെൻസ് പാരാ 54 ഓഫ് ദി ഓർഡർ, ഹെൻസ് വി ഹിയർ ബൈ എൻ്റർ എ ഫൈൻഡിംഗ് ദാറ്റ് ദി അലിഗേഷൻസ് ഓഫ് അബ്യൂസ് ഓഫ് പവർ, ഫേവറിറ്റിസം, nepotism and violation of oath of office have been substantiated against the second respondent. Second respondent എന്ന് പറയുന്നത് മിനിസ്റ്റർ. And we make a declaration to that effect. We also declare that since such allegations have been substantiated against the second respondent, he should not continue to hold the post held by him as a member of the Council of Ministers. അപ്പോഴേ ഈ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് പാരാ 54 പറയുന്നത് സെക്ഷൻ 14 പ്രകാരമുള്ള ഒരു ഡിക്ലറേഷനാണ്. ആ ഡിക്ലറേഷൻ കണ്ടെയ്ൻ ചെയ്യേണ്ടത് സെക്ഷൻ 12(3) അനുസരിച്ചുള്ള റിപ്പോർട്ടിലാണ്. അങ്ങനെയുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ അയച്ചിട്ടുള്ളത്. ജസ്റ്റിസ് ബാലചന്ദ്രൻ, താങ്കൾ ഹൈക്കോടതിയിലെ ജഡ്ജായിരുന്ന ആളാണ്, പിന്നീട് ലോകായുക്തയായി പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് എന്ന് നമുക്ക് ഉപലോകായുക്തയായിരുന്നു. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ആണെന്നുള്ള കാര്യത്തിൽ എനിക്കും തർക്കമില്ല. പക്ഷേ ഇതൊരു ക്വാസി ജുഡീഷ്യൽ സിസ്റ്റമായിട്ടാണോ പ്രവർത്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു നിർദ്ദേശത്തിനപ്പുറത്തേക്ക് ഒരു ഡിക്ലറേഷന് ലോകായുക്തക്ക് സാധിക്കുക? അവിടെ തെളിവെടുപ്പും നമ്മളിപ്പോൾ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ കാണുന്ന എല്ലാ സംവിധാനങ്ങളും ഈ ലോകായുക്തയിൽ ഉണ്ടോ? അതായത് ഡോക്ടർ കെ ടി ജലീലിന് വേണ്ടി ഒക്കെ മുഴുവനായും ഈ ലോകായുക്ത സംവിധാനത്തിന് പൂർണ്ണമായും അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ കേട്ടിട്ടാണോ ഇങ്ങനെ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടാവുക, ഈ ഡിക്ലറേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ടാവുക? അതിപ്പോ എന്നോട് ചോദിച്ചാൽ എനിക്ക് അതല്ല. എന്തായാലും നോട്ടീസ് കൊടുത്തിട്ടും രണ്ടുപേരെ കേട്ടിട്ടും തന്നെയാണ് ഡിക്ലറേഷൻ വരിക. ഈ കേസിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആവാനേ പറ്റുള്ളൂ. എനിക്ക് അതേ പറയാനൊക്കെ ഉള്ളൂ. എനിക്ക് മുഴുവൻ ഓർഡർ കിട്ടിയിട്ടില്ല. എനിക്ക് ആ ലാസ്റ്റ് പോർഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അല്ല, ഞാൻ ഈ കേസിനെ കുറിച്ചല്ല പറയുന്നത്. സാധാരണഗതിയിൽ ഒരു സെക്കൻഡ് സാർ, ഒരു നിർദ്ദേശം സമർപ്പിക്കാനാണ് സാധാരണഗതിയിൽ ലോകായുക്തക്ക് സാധിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവിടെ അതൊരു ഡിക്ലറേഷൻ ആണ്. അതായത് ഈ നിലയിൽ നെപ്പോട്ടിസം കാണിച്ചിരിക്കുന്നു, ഈ നിലയിൽ സ്വജനപക്ഷപാതം കാണിച്ചിരിക്കുന്നു, അതുകൊണ്ട് മന്ത്രിക്ക് അധികാര സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല, അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ യുക്തമായ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകുന്നു എന്ന നിലയിലൊരു ഖണ്ഡിതമായ വിധിയാണ്. താങ്കൾ കണ്ടിട്ടുള്ള ഈ ഓപ്പറേറ്റീവ് പാർട്ടിൽ പോലും അങ്ങനെ ഖണ്ഡിതമായ നിലയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് രണ്ട് ജഡ്ജിമാർ. അതിനുള്ള അധികാരമുണ്ടോ എന്നുള്ളത് എൻ്റെ ആദ്യത്തെ ചോദ്യം. ആ അധികാരം ഉണ്ടെങ്കിൽ തന്നെ ആ നിലയിലുള്ള ഒരു ജുഡീഷ്യൽ പ്രോസസ് ലോകായുക്തയിൽ ഉണ്ട്. സെക്ഷൻ 14 is the answer. Section 14, I will read section 14. Public servant to vacate office if directed by Lokayukta, where after investigation into a complaint, the Lokayukta and Upalokayukta is satisfied that the complaint involving an allegation എന്ന് പറഞ്ഞാൽ ആരോപണം, ഈ രണ്ട് രീതിയിലുള്ളതാണ് വരിക ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷനിൽ. ആരോപണവും ഗ്രീവൻസ് എന്ന് പറയുന്നത് അവരവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നതാണ് ഗ്രീവൻസ് എന്ന് പറയുക.
complaint involving an allegation against the public servant is substantiated and that the public servant concerned should not continue to hold the post held by him, the Lokayukta or the Upalokayukta, as the case may be, shall make a declaration to that effect in his report under subsection 3 of section 12, where the competent authority, etc. ശരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ജസ്റ്റിസ് കെ പി ബാലചന്ദ്രൻ, ഇതിൻ്റെ പൊളിറ്റിക്സ് എന്താണ് ശ്രീ എ സജീവൻ? ജസ്റ്റിസ് ബാലചന്ദ്രനോ അല്ലെങ്കിൽ അനിൽകുമാറിനോ പറയാൻ കഴിയാത്ത കാര്യം നോക്കൂ. ഇത് ഡോക്ടർ കെ ടി ജലീൽ എന്ന് പറയുന്നത് CPM മന്ത്രിസഭയിലെ ഒരു ഇ പി ജയരാജൻ പോലുമല്ല എന്ന് നമ്മൾ കണ്ടതാണ്. ഇ പി ജയരാജനോട് പിണറായി വിജയന് അല്ലെങ്കിൽ CPMന് മാറി നിൽക്കാൻ ആവശ്യപ്പെടാം, തൽക്കാലം മാറി നിൽക്കുക, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഗവൺമെൻറ് പ്രതിസന്ധിയിലാണ് എന്ന്. പക്ഷേ ഡോക്ടർ കെ ടി ജലീൽ പലരിലേക്കുമുള്ള വാതിലാണ് അല്ലേ, പാലമാണ് അല്ലേ. അപ്പോൾ ഡോക്ടർ കെ ടി ജലീലിന് എന്ത് ചെയ്യാനായിരിക്കും പിണറായി വിജയൻ ശ്രമിക്കുക? അല്ല, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മുഖം രക്ഷിക്കാൻ കെ ടി ജലീലിനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര ദിവസത്തേക്കാണെങ്കിലും അത് നമുക്ക് പുറത്തു നിന്ന് പറയാൻ പറ്റും ശ്രീ സജീവൻ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ പോലുള്ളവർ പറയും, ഇത്രയും വലിയൊരു വിധി വന്നിട്ട് ജലീലിനെ പുറത്തേക്ക് മാറ്റി നിർത്തിയില്ലെങ്കിൽ എങ്ങനെയാ? പക്ഷെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം AP-യിലേക്കുള്ള, ഇപ്പോൾ സുന്നിയിലേക്കുള്ള പാലമല്ലേ? അതൊക്കെയാണ്. പക്ഷെ എന്നാൽ പോലും ഇതൊക്കെയാണെങ്കിലും സർക്കാരിനുണ്ടാവുന്ന ഒരു ചീത്തപ്പേര് അത് ഇതുവരെയുള്ള പോലെയല്ല. ഇത് ലോകായുക്തയുടെ ഒരു ഡിക്ലറേഷനാണ്. അങ്ങനെ ഒരു സംഭവത്തിൽ വന്നിട്ട് പോലും മാറ്റി നിർത്താൻ പറ്റുന്നില്ല എന്ന് വരുമ്പോൾ, നേരത്തെ ഇ പി ജയരാജന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഇ പി ജയരാജന് എതിരെ ഇതേപോലെ ബന്ധു നിയമന ആരോപണം വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുണ്ട്, അത് ഇത്തരം കാര്യങ്ങൾ കളങ്കിതമായിട്ടുള്ള ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇ പി ജയരാജൻ രാജിവെക്കേണ്ടത്. ഇവിടെ താങ്കൾ പറഞ്ഞ പോലെ മറ്റു തരത്തിൽ പല രീതിയിലും ഉപകാരപ്പെടുന്ന മറ്റു പദവിയിലേക്കുള്ള പാലമാണ് എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം, കെ ടി ജലീലിനെതിരെ ഈ പ്രശ്നം ഇപ്പോൾ ലോകായുക്തയുടെ ഈ വിധിക്ക് അപ്പുറത്ത് തന്നെ ആരംഭത്തിൽ തന്നെ ഈ പ്രശ്നമൊക്കെ വരികയും വിവാദമായി നിൽക്കുകയും കത്തിജ്വലിച്ച് നിൽക്കുകയൊക്കെ ചെയ്ത സമയത്ത് പോലും അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുന്നതിന് കാരണം ജയരാജനെ പോലെയല്ല, ഇദ്ദേഹത്തെ വേറെ രീതിയിൽ പല രീതിയിലും ഉപകാരപ്പെടുന്ന ആളാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടും പിടിച്ചു നിൽക്കുന്നു പറയുന്നത് അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. CPMന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് അത് പറഞ്ഞു നിൽക്കാൻ പോലും പറ്റില്ല. കാരണം കർണാടകത്തിലൊക്കെ തന്നെയും ലോകായുക്ത വിധിയെ മറികടന്നുകൊണ്ട് യെദ്യൂരപ്പ സർക്കാർ മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ ശക്തിയുക്തം, ഏറ്റവും കുറഞ്ഞത് പ്രസ്താവനയുടെ രൂപത്തിലെങ്കിലും നിലപാടെടുത്തത് ഇടതുപക്ഷമാണ് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ശ്രീ സജീവൻ. ഈ മന്ത്രിസഭ വെറും കാവൽ മന്ത്രിസഭയാണല്ലോ. ഈ മന്ത്രിസഭയിൽ തുടരണമെന്ന് കെ ടി ജലീലിനെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യമോ അഭിവാഞ്ചയോ ഒന്നും ഉണ്ടാകില്ല. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് തൽക്കാലത്തേക്ക് തുടരാനുള്ള ഒരു മന്ത്രിസഭ മാത്രമാണ്. പക്ഷേ അടുത്ത മന്ത്രിസഭ ഇടതുപക്ഷത്തിൻ്റെതാണ് എങ്കിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെയാണല്ലോ വിചാരിക്കുന്നത്, 2-ാം തീയതി ഫലം വരുന്നു, 7-ാം തീയതി ആകുമ്പോഴേക്കും നമ്മുടെ സത്യപ്രതിജ്ഞ, അങ്ങനെയാണെങ്കിൽ നിയമസഭാ കാലാവധിക്കുള്ളിൽ തന്നെ പുതിയ മന്ത്രിസഭ. അപ്പോൾ കെ ടി ജലീലിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയില്ല പിണറായി വിജയൻ്റെ മോഹ മന്ത്രിസഭയിൽ. അവിടെ അത് പ്രശ്നം വരുന്നില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പൊ മാറ്റി നിർത്തിയാൽ തീർച്ചയായിട്ടും അടുത്ത മന്ത്രിസഭയിൽ ഈ പ്രശ്നമില്ല. അത് അദ്ദേഹത്തെ വേറെ രീതിയിൽ കുറച്ചൊക്കെ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുമെങ്കിൽ ഇവിടെ നിയമം അംഗീകരിച്ചു അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ വിധി അംഗീകരിച്ചു നടപടിയിലേക്ക് പോയി, അത് കഴിഞ്ഞ് എക്കാലത്തേക്കും ഒരാളെ മാറ്റി നിർത്തണം എന്നില്ലല്ലോ. അങ്ങനെയുണ്ട്. കാരണം വിജിലൻസ് കേസ് ഉള്ളവർ പോലും മാറി നിൽക്കണമെന്ന നിലപാട് CPIM എക്കാലത്തും എടുക്കാറുണ്ട്. ഇത് വിധിയാണ്, വിധി. അപ്പോൾ അതിനു മുമ്പ് കേരള ഹൈക്കോടതിയിൽ നിന്നൊരു സ്റ്റേ വാങ്ങിയാൽ മാത്രമാണ് കെ ടി ജലീലിന് അടുത്ത മന്ത്രിസഭയിൽ എന്ന് LDF പറയുന്നതിനനുസരിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ലാതെ LDFന്റെ മന്ത്രിസഭ വരുന്നത് ഡിക്ലറേഷൻ എൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ താങ്കളുടെ ഭാഗത്തുനിന്നോ ഉള്ളതായി പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. ഇടതുപക്ഷം കരുതുന്നത് അവർ മന്ത്രിസഭ ഉണ്ടാക്കുന്നു എന്നാണ്. ആ മന്ത്രിസഭയിൽ കെ ടി ജലീലിന് അംഗമാകണമെങ്കിൽ ഹൈക്കോടതിയിൽ പോയൊരു സ്റ്റേ എങ്കിലും വേണ്ടേ പേരിന്? അല്ല, അത് വാങ്ങും. പക്ഷെ അതേ സമയത്ത് ഇപ്പോഴത്തെ ഒരു ഉത്തരവിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു ജനാധിപത്യ മര്യാദ ആദ്യം കാണിക്കും. എന്നിട്ട് പിന്നെ സ്റ്റേക്ക് പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. ഇതൊരു കൃത്യമായിട്ടും അദ്ദേഹത്തിന് ജലീലിന് ഈ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ല, അർഹതയില്ല
എന്നാണ് ലോകായുക്ത സ്റ്റേ പറഞ്ഞിട്ടുള്ളത്. കിട്ടും എന്ന് വിചാരിച്ചിട്ട് കേരള ഹൈക്കോടതി പരിഗണിക്കുന്നത് വരെ, സ്റ്റേ ഇല്ല എന്ന് പറയുന്നത് വരെ കാത്തിരിക്കാൻ പാടില്ല, രാഷ്ട്രീയ ധാർമ്മികത വെച്ച്. തീർച്ചയായും രാഷ്ട്രീയ ധാർമ്മികതയാണ് ആദ്യം കാണിക്കേണ്ടത്. അത് ജലീൽ ഉൾപ്പെടെ കാണിക്കണം. ജലീൽ ഇപ്പം മുഖ്യമന്ത്രി തീരുമാനമെടുക്കാൻ കാത്തിരിക്കണ്ടല്ലോ, അദ്ദേഹത്തിന് രാജിവെക്കും. ജസ്റ്റിസ് ബാലേന്ദ്രൻ പറഞ്ഞോളൂ. ഇത് ധാർമ്മികതയൊന്നുമല്ല, ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ സ്റ്റേ വാങ്ങണം ഹൈക്കോടതിയിൽ നിന്ന്. ഹൈക്കോടതിയാണ് കോമ്പീറ്റന്റ് അതോറിറ്റി, അപ്പീലിനുള്ള കോമ്പീറ്റന്റ് അതോറിറ്റി എങ്കിൽ ഹൈക്കോടതിയാണ്. ഇത് രണ്ട് ഹൈക്കോടതിയാണ്. സാധാരണഗതിയിൽ ലോകായുക്ത, ഞാൻ മനസ്സിലാക്കിയത്, എന്റെ ധാരണയൊക്കെ തെറ്റായിരിക്കും, ഞാൻ അതിനൊന്നും പഠിച്ച ആളല്ല, സാധാരണഗതിയിൽ ഒരു ജഡ്ജി അല്ലേ ഹൈക്കോടതിയിലെ. ഇത് ലോകായുക്തയും ഉപലോകായുക്തയും ഒന്നിച്ചാണോ സാധാരണഗതിയിൽ പറയുന്നത്? ഞാനൊന്ന് ചോദിച്ചോളട്ടെ, ലോകായുക്തയും ഉപലോകായുക്തയും ഒന്നിച്ചാണോ സാധാരണഗതിയിൽ വിധി എഴുതുന്നത്? ഇങ്ങനെ ഒന്നിച്ച് വിധി എഴുതിയാൽ സാധാരണഗതിയിൽ 2 ജഡ്ജിമാരാണെങ്കിൽ നമ്മൾ ഡിവിഷൻ ബെഞ്ച് എന്നാണല്ലോ ഹൈക്കോടതിയിൽ പറയുക. അങ്ങനെയാണെങ്കിൽ ഈ ലോകായുക്തയുടെ ഉപലോകായുക്തയും ലോകായുക്തയും ചേർന്ന് വിധി എഴുതിയത് നമ്മൾ സിംഗിൾ ബെഞ്ചിന് പരിഗണിക്കാൻ മാത്രമുള്ള കേസായിട്ടാണോ കാണേണ്ടത്? അങ്ങനെയല്ല. ലോകായുക്തയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സിറ്റിംഗ് നടത്താൻ പറ്റില്ല. ഒരു ഉപലോകായുക്തയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സിറ്റിംഗ് നടത്താൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. അപ്പോഴേ ഇതിലൊരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ പണ്ട് സിംഗിൾ ബെഞ്ചിന്റെ പോകുമായിരുന്നു അപ്പീല്. ഇപ്പം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ഒക്കെ കൂടെ തീരുമാനിച്ചു ഡിവിഷൻ ബെഞ്ചിലെ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോഴൊരു അപ്പീൽ പോയാല് അത് ഡിവിഷൻ ബെഞ്ചിൽ വരും. ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്താൽ ഇതിപ്പോ റിസൈൻ ചെയ്യണ്ട, ഇല്ലെങ്കിൽ ഹി ഷാൽ റിസൈൻ. ഞാൻ ആ ബാക്കി ഭാഗം കൂടെ വായിക്കാം. then you will understand. Where the competent authority is the chief minister, he shall accept the declaration. He shall. അവിടെ ഡിസ്കഷൻ ഒന്നും ഇല്ല. സാർ വായിക്കുന്നത് ഏത് പാരഗ്രാഫാണ്? സാർ വായിക്കുന്നത് ഏത് പാരഗ്രാഫാണ്? ഞാൻ സെക്ഷൻ 14 ലാറ്റർ പോർഷൻ. ഓക്കെ. സെക്ഷൻ 14(1) ലാറ്റർ പോർഷൻ. Where the competent authority of the government of Kerala or the chief minister, he or it shall accept the declaration. Shall accept the declaration. It's mandatory. സ്റ്റാറ്റ്യൂട്ട് കൊടുത്തിരിക്കുന്ന അധികാരം സ്റ്റാറ്റ്യൂട്ട് പറഞ്ഞ രീതിക്കുമാണല്ലാതെ ഇത് ആരുടെയും സൗജന്യമൊന്നുമല്ല. ഇനി ഷാൽ ആക്സെപ്റ്റ് ദ ഡിക്ലറേഷൻ. ഇനി ആക്സെപ്റ്റ് ചെയ്താൽ അതിന്റെ കോൺസിക്വൻസ് പറയുന്നത് 14(2) ഒന്ന് നോക്കിക്കോളൂ. അത് when the declaration so made is accepted, the fact of such acceptance shall immediately be intimated by registered post by the governor, the government or the chief minister. If any of them is the competent authority, in the instant case, the competent authority is the chief minister. എനിക്ക് ഇപ്പോ നല്ല വ്യക്തതയായി. ഒന്ന്, ഡിവിഷൻ ബെഞ്ചിലേക്ക് മാത്രമാണ് അപ്പീൽ എടുക്കുക. അതായത് രജിസ്ട്രിയിൽ അപ്പീൽ കൊണ്ടുപോയാൽ അത് സിംഗിൾ ബെഞ്ചിലേക്ക് പോകില്ല, ഡിവിഷൻ ബെഞ്ചിലേക്കാണ് പോവുക. ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയാൽ ഡിവിഷൻ ബെഞ്ച് ഇതിന് സ്റ്റേ നൽകിയാൽ മന്ത്രിസ്ഥാനത്ത് തുടരാം എന്നുള്ളതാണല്ലോ അങ്ങയുടെ നിരീക്ഷണം. അതുവരെ മന്ത്രിക്ക് ധാർമ്മികമായ ബാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാറ്റിവെക്കുക. എന്ത് ധാർമ്മികത, അതവിടെ നിൽക്കൂ, അത് നമുക്ക് പുതപ്പിട്ട് മൂടാം തൽക്കാലം. സാധാരണഗതിയിൽ അദ്ദേഹത്തിന് നമുക്ക് ധാർമ്മികയുടെ പ്രശ്നമില്ല. ഞാൻ പറയുന്നത് ലീഗലായിട്ട് മാത്രമാണ്. ബാക്കി വായിച്ചില്ല. ഒരു മിനിറ്റ്. 12(2) ബാക്കി ഭാഗം കൂടെ വായിക്കാം. The public servant concerned shall, with effect from the date of intimation of such acceptance or deemed acceptance of declaration, അതായത് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു ഡീംഡ് ഡിക്ലറേഷനാ, ഡീംഡ് ആക്സെപ്റ്റൻസ്. അത് കഴിഞ്ഞാല്
if he is the chief minister or minister, resign his office. അത് 14(2)(1) പറയുന്നുണ്ട്. If he is the chief minister or a minister, resign his office of chief minister or minister as the case may be. ഇത് സ്റ്റാറ്റ്യൂട്ടിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ പിന്നെ ഇവിടെ ധാർമ്മികതയുടെ പ്രശ്നമൊന്നും ഇല്ല. അപ്പോ ഹൈക്കോടതി അപ്പീൽ എടുക്കുന്നത് നോക്കി അവിടെ എന്റെ നിന്നുള്ള അഭിപ്രായത്തിൽ വിധി വരുന്നത് വരെ കാത്തിരിക്കാമെന്ന് ഡോക്ടർ കെ ടി ജലീൽ വിചാരിച്ചാൽ ഷാൽ റിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലയോ അതിന്റെ അർത്ഥം. പക്ഷെ ഇന്ന് വൈകിട്ട് വിധി വന്നു, നാളെ ചെന്ന് സ്റ്റേ വാങ്ങാമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ല ഇപ്പോ വെക്കേഷനായി അല്ലെങ്കിൽ he has to resign. ഈ വെക്കേഷൻ ആണെങ്കിലും വെക്കേഷൻ ബെഞ്ച് ഉണ്ടാവും. വെക്കേഷൻ ബെഞ്ചിന് ഈ കേസ് എടുക്കാൻ പറ്റുമോ? ഇപ്പൊ വെക്കേഷൻ അല്ലല്ലോ. വെക്കേഷൻ ബെഞ്ചിന് ഈ കേസ് എടുക്കാൻ പറ്റുമോ? ഇനി അർജന്റ് മാറ്റർ എന്ത് വെക്കേഷൻ ബെഞ്ച് ആണെന്ന് വരികയിലും വെക്കേഷനിലും അർജന്റ് മാറ്റേഴ്സ് മുഴുവൻ കൺസിഡർ ചെയ്യുന്നുണ്ട് ഹൈക്കോടതിയിൽ. ശരിയാ. അഡ്വക്കേറ്റ് അനിൽകുമാർ, അക്കാര്യത്തിൽ താങ്കൾക്ക് ഇതിപ്പോ പറയാനുള്ള ഇന്ന് വൈകിട്ടാണ് കാര്യം. വിധി വന്നത്. ഒരു മിനിറ്റ് ജസ്റ്റിസ് ബാലേന്ദ്രൻ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞോളൂ ഇതിന്റെയൊക്കെ മറുപടി. നേരത്തെ ഉപലോകായുക്തയായ ലോകായുക്തയായിട്ടുള്ള ഹൈക്കോടതി ജഡ്ജായിട്ടുള്ള ആളാണ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇനി അങ്ങയുടെ മറുപടി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ബാലേന്ദ്രൻ പറഞ്ഞോളൂ. ആദരവോട് ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, ഞാൻ അതിലേക്ക് മടങ്ങിയെത്താം. അത് ക്ലിയർ ആകട്ടെ എന്നിട്ട് ഞാൻ മടങ്ങിയെത്താം. താങ്കൾ നേരത്തെ നന്നായി സംസാരിച്ചാണല്ലോ. ശ്രീ അനിൽ ബോസ് എപ്പോ രാജിവെക്കണം? ഇപ്പോൾ രാജിവെക്കണോ അതോ പണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് പോലെ ഈ ചക്ക വീണ് പഴുത്ത് കുരുപൊട്ടി അത് മുളച്ച് അങ്ങനെ അങ്ങ് നിൽക്കുന്നതാണോ നിങ്ങൾ ഇഷ്ടപ്പെടുക? ഞാന് ഇന്ന് രാത്രി രാജിവെക്കണമെന്ന് ഞാൻ പറഞ്ഞാലും കേരളത്തിലെ പ്രതിപക്ഷം ഒന്നാകെ പറഞ്ഞാലും പിന്നെ ആസനത്തിൽ ആലുകെളുത്താൽ അതും തണലാകും എന്ന് വിശേഷിച്ച് കരുതുന്ന ആളുകൾ രാജിവെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ സാമാന്യ മര്യാദ, ധാർമ്മികത ഇവിടെ വളരെ അനുഭവ സമ്പത്തുള്ള നിയമജ്ഞനായ വ്യക്തി തന്നെ പറഞ്ഞു ഇതിൻ്റെ അകത്ത് രാജിയല്ലാതെ പോകാൻ വഴിയില്ല. പക്ഷെ നമ്മൾ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം മെയ് 2-ാം തീയതി ഗവൺമെന്റ് മാറുമെന്നും ഇവിടെ ആരെങ്കിലും സങ്കല്പിക്കുന്നത് പോലെ അല്ല. എൻ്റെ സങ്കല്പം UDF ഗവൺമെന്റ് വരുമെന്നാണ്. അപ്പൊ സ്വാഭാവികമായും മുഴുവനായ ഒരു മാറ്റം വരാനിരിക്കെ ഇത് എന്തിനും വേണം എന്നൊക്കെ വേണമെങ്കിൽ CPM പ്രതിനിധികൾക്ക് ചോദിക്കാം. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും പുതിയ ഗവൺമെന്റ് വരുന്നു, അതവിടെ നിൽക്കട്ടെ. തെരഞ്ഞെടുപ്പിന് മുമ്പ് രാജിവെച്ചാൽ അല്ലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ അത് രാജിവെക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ നിസ്സഹായാവസ്ഥയിൽ നമ്മുടെ പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ മുന്നണിയെ സംരക്ഷിക്കാൻ വേണ്ടി CPM നേതൃത്വം ഇത്തരമൊരു നിലപാടെടുത്താൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒരു നിലപാടെടുത്ത് ഈ രാജിവെക്കണം എന്ന് പറയുന്ന മന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്താൽ നമുക്കത് രാഷ്ട്രീയമായ താല്പര്യത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് നിവൃത്തി കൊണ്ട് ചെയ്യുന്നതാണ് എന്ന് വേണമെങ്കിൽ കരുതാം. ഇവിടെ അതല്ലല്ലോ. തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു. ഇനിയെങ്കിലും അല്പമെങ്കിലും ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നാളെ തന്നെ രാജിവെക്കുകയും രാജിവെക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയുമാണ് ശ്രീ പിണറായി വിജയൻ കേരളത്തോട് മനസാക്ഷിപൂർവമായി പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹമെങ്കിൽ ചെയ്യേണ്ടത്. അല്ല, നിങ്ങൾ 2-ാം തീയതി സർക്കാർ ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ അവിടെ കിടന്നോട്ടെ KT ജലീല്. വലിയ അധികാരങ്ങളൊന്നും ഇല്ലല്ലോ ഈ സർക്കാരിന്, വെറും കാവൽ മന്ത്രിസഭയാണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ധാർമ്മികത അവരവർ തീരുമാനിച്ചോട്ടെ എന്ന് വിചാരിച്ച് മിണ്ടായിരിക്കുന്നതല്ലേ നല്ലത്. ഭാവിയിൽ ഈ ലോകായുക്തയൊക്കെ പറഞ്ഞാൽ രാജിവെക്കണം എന്നുണ്ടെങ്കിൽ അതൊരു കീഴ്വഴക്കമായി മാറും. അനിൽ ബോസ്, അഴിമതി കാണിക്കുന്നതിൽ ഒട്ടും പിന്നിലല്ലാത്ത UDF ഇങ്ങനെ ഒരു പ്രസിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഈ ലോകായുക്ത ഒന്നും പറഞ്ഞാൽ രാജിവെക്കേണ്ടതില്ല എന്ന് അല്ല നീഷ, നമ്മൾ അങ്ങനെ എല്ലാ വിഷയങ്ങളെയും കാടടച്ച് നമ്മളൊരാൾക്കെതിരെ കുറ്റം വരുമ്പോൾ അത് പണ്ട് വേറൊരാൾ അത് ചെയ്തിട്ടുണ്ടല്ലോ, വേറെ ആളുകൾക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇത്തരം വാദഗതികളാണ് നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയ അപജയങ്ങൾക്കും രാഷ്ട്രീയത്തോട് പുതിയ നിങ്ങൾ മറിച്ചൊരു തീരുമാനം എടുക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുക. പക്ഷെ അങ്ങനെ അല്ല സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ കേരള ഹൈക്കോടതി ഒരു വിധിയിലെ ഒരു വാചകം പറഞ്ഞത്, അതായത് പണ്ട് KP വിശ്വനാഥനെതിരെ
കെ.പി. വിശ്വനാഥന് ഉമ്മൻചാണ്ടിയുടെ അരുമ സഹപ്രവർത്തകനായിരുന്നു. എന്നിട്ട് കെ.പി. വിശ്വനാഥൻ തൊട്ടടുത്ത ദിവസം പത്രം വായിച്ചപ്പോൾ ആ തലക്കെട്ട് കണ്ട് രാജിവെച്ച ആളാണ്. അതുകൊണ്ട് നിങ്ങൾ രാജിവെച്ചിട്ടുണ്ട്, രാജിവെക്കാതിരുന്നിട്ടുണ്ട്. കെ കരുണാകരൻ കേരള ഹൈക്കോടതിയുടെ ഇതേപോലൊരു പരാമർശത്തിലല്ലേ രാജിവെച്ചത് അല്ലേ? അതെ അതെ. അല്ല, അത് മാത്രമല്ല, ഒരുപാട് മന്ത്രിമാർ രാജിവെച്ച ചരിത്രമുണ്ട്. പിന്നീട് പല മന്ത്രിമാരും ഇരു മുന്നണികളിലും രാജിവെക്കാത്ത ചരിത്രമുണ്ട്. ഇത് അങ്ങനല്ല, ഇതിനെ അങ്ങനല്ല കാണേണ്ടത്. കേവലം ഒരു പരാമർശമായിട്ടാണോ ലോകായുക്തയുടെ ഈ വെർഡിക്റ്റിനെ കാണുന്നത്? അല്ല, ഇത് ലോകായുക്തയുടെ വിധിന്യായം തന്നെയാണ്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. അനിൽകുമാർ ശരിയായിട്ടുണ്ടെങ്കിൽ ഷെൽകുമാർ നോക്കൂ, ഒരു ഇത്രയും വ്യക്തതയോടുകൂടിയുള്ള ഒരു ചർച്ച ഞാൻ സമീപകാലത്ത് നടത്തിയിട്ടില്ല. പറയേണ്ടതെല്ലാം ഒരു മലവെള്ളപ്പാച്ചൽ പോലെ നിങ്ങൾക്കെതിരെ പാഞ്ഞു വരികയാണ്. ഇല്ല, ഒരു മലവെള്ളപ്പാച്ചിലും ഇല്ല. ഞങ്ങൾക്ക് വ്യക്തതയുള്ള നിലപാടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ P.J. ജോസഫിനെതിരായിട്ട് BS സർക്കാരിന്റെ കാലത്ത് ആരോപണം വന്നപ്പോൾ എന്താ ചെയ്തത്? ആരോപണ വിധേയൻ മാറുന്നു. ആ കുറ്റവിമുക്തനായ ശേഷമാണ് അദ്ദേഹം മന്ത്രിസഭയിൽ തിരിച്ചു വന്നത്. ഇത്തരം പല ഉദാഹരണങ്ങളും ഈ സർക്കാരിന്റെ കാലത്തുണ്ടായി. ഈ സർക്കാരിന്റെ കാലത്ത് ബഹുമാനപ്പെട്ട ശ്രീ E.P. ജയരാജന്റെ പേരിൽ ആക്ഷേപം വന്നപ്പം ലോകായുക്തയൊന്നും വിധിച്ചില്ല. അപ്പൊ തന്നെ മാറി നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പിന്നീട് അക്കാര്യത്തിൽ വ്യക്തത വന്നു കഴിഞ്ഞാണ് അദ്ദേഹം തിരിച്ചു വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതേ നിലയാണ് നമ്മൾ 5:40 വന്ന വിധിന്യായാണ്. ഇത് മാധ്യമങ്ങളിൽ വന്നത് 5:40 ഇപ്പോ 8:30 ഏതാണ്ട് 3 മണിക്കൂർ പിന്നിട്ടു. എന്തേ ഒരു തുടർ നടപടിയും ഉണ്ടാകാത്തത്? യെസ്, അതിലെ വ്യക്തത വരുത്താനുള്ളത് ഞാൻ ആദ്യം തന്നെ പരാമർശിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബാലേന്ദ്ര സാറ് ശരിയായി ചൂണ്ടിക്കാണിച്ചു. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനാണ് അതുമായി ബന്ധപ്പെട്ട ഇനി പറയാനുള്ള അധികാരം. അവിടെ ഹൈക്കോടതി തന്നെ ഒരു നിലപാടെടുത്തൊരു കേസാണിത്. അപ്പൊ അവിടേക്ക് ഇക്കാര്യം പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ രാഷ്ട്രീയമായ തീരുമാനം കൊണ്ട് എടുക്കേണ്ടതുണ്ട്. കാരണം വന്നൊരു കാര്യം അഡ്വക്കേറ്റ് അനിൽകുമാർ, അത് പൊയ്ക്കോളൂ, അത് പോകണമല്ലോ. കാരണം ഒരു കോടതി ഒരു കാര്യം വിധിച്ച അത് ശരിയാണോ, വസ്തുതാപരമാണോ എന്നുള്ള ഒരു പരിശോധന സമൂഹത്തിന് കൂടി ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവായി അപ്പീൽ പോകണം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോയിന്റും ഉണ്ട്. അതായത് ഫിറോസ് കൊടുത്ത കേസിൽ ഹൈക്കോടതി മറിച്ച് വിധിയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ഹൈക്കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെടാൻ സാധിക്കും. പക്ഷെ അതുവരെ അതിനകത്ത് തുടരാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള വിഷയം. യെസ്, അവിടെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ സംബന്ധിച്ച് പല കോടതികളിൽ പലര് പരാതിയായിട്ട് പോകും. അപ്പൊ ഒരു കൂട്ടർ പരാതിയായിട്ട് പോയപ്പോൾ ഹൈക്കോടതി ഒരു നിലപാട് ഓൾറെഡി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ നിലപാട് തന്നെയാണോ ഇനി ഹൈക്കോടതിക്കുള്ളതെന്നുള്ളത് അവിടെ പരിശോധന നടത്തിയാലേ പറയാൻ പറ്റൂ. ഇവിടെ ഏതെങ്കിലും തരത്തിൽ അധികാരത്തിൽ തെറ്റായി കടിച്ചു തൂക്കുന്ന ഒരു സമീപനം CPM-ഓ LDF-ഓ ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. ഇപ്പൊ KT ജലീലിന്റെ പേരിൽ നാം കേട്ട ആരോപണങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് എന്ത് വലിപ്പമുള്ളതായിരുന്നു. ഈന്തപ്പഴത്തിന്റെ മറവിൽ സ്വർണം കടത്തി, ഖുർആന്റെ മറവിൽ സ്വർണം കടത്തി. അങ്ങനെ ഓരോന്നും ഓരോ കേസിന്റെ മെറിറ്റിൽ ശ്രമിച്ചിട്ടില്ല. നമ്മള് അദ്ദേഹത്തിന്റെ രാജിക്ക് വേണ്ടി ചോരയ്ക്ക് വേണ്ടി മുറവിള് കൂട്ടിയ ധാരാളം ആളുകളെ ഈ കാലഘട്ടങ്ങൾ മുഴുവൻ കേരളം കണ്ടിട്ടുള്ളതാണ്. ആക്ഷേപങ്ങൾ എവിടെ ചെന്ന് നിന്നു. അഡ്വക്കേറ്റ് അനിൽകുമാർ ഒരു CPM മന്ത്രിയാണെങ്കിൽ, അതായത് ഞാൻ അത് നേരത്തെ ശ്രീ A. സജീവനോട് സംസാരിക്കുമ്പോൾ ചോദിച്ചത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു E.P. ജയരാജൻ പോലും അല്ല KT ജലീൽ. KT ജലീൽ എന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പലതിലേക്കുമുള്ള വാതിലാണ്, പലതിലേക്കുമുള്ള പാലമാണ്. അതുകൊണ്ട് KT ജലീലിനെ തൽക്കാലത്തേക്ക് വേണമെങ്കിൽ അടുത്ത സർക്കാർ വരെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് LDF സർക്കാർ ആണെങ്കിൽ അടുത്ത സർക്കാർ വരെ മാറ്റി നിർത്താം. പക്ഷേ അടുത്ത സർക്കാരിൽ KT ജലീലിനെ ഉൾപ്പെടുത്താതിരിക്കാൻ ഇന്ന് CPM-ന് ആരോഗ്യമുണ്ടോ? അതെ, അതിനെ കുറിച്ചാണ് പറയുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു സമൻസ് കൊടുത്ത് മന്ത്രിയെ വിളിച്ചപ്പോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എന്താ പറഞ്ഞത്? തലയിൽ മുണ്ടിട്ട് പോയി, ഒളിച്ചുപോയി, എന്തെല്ലാം ആക്ഷേപങ്ങളാണ് പറഞ്ഞത്. അതെ, അല്ല അതിപ്പം സമൻസ് കിട്ടുന്ന ഒരു സാക്ഷി നമ്മുടെ നാട്ടിൽ പത്രപരസ്യം കൊടുത്തിട്ടാണോ പോകേണ്ടത്? എനിക്ക് ഒരു സാക്ഷിയായിട്ട് ഒരാൾ സമൻസ് ഒരു പൊതുപ്രവർത്തകൻ, ഒരു മന്ത്രിയായിരിക്കവേ ഒരു പൊതുപ്രവർത്തകന് ഇന്ത്യയിലെ പ്രീമിയർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കയ്യിൽ നിന്ന് ഒരു നോട്ടീസ് കിട്ടിയാൽ അത് പൊതുസമൂഹത്തിന് മുന്നിൽ പറയാനുള്ള ബാധ്യത ഇല്ല എന്ന് അനിൽകുമാറിന് തോന്നുകയാണെങ്കിൽ മുന്നോട്ട് പോയിക്കോളൂ. യെസ്, അതിന് കൃത്യമായ മറുപടിയുണ്ട്. ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ ഏതൊരു സ്ഥാപനമോ ഒരു വിവരം അന്വേഷിക്കാൻ വേണ്ടി എന്നെ വിളിച്ചാൽ അത് വെളിപ്പെടുത്തണോ വേണ്ടിയോ തീരുമാനിക്കേണ്ടത് അധികാരസ്ഥാനമാണ്. അവര് രഹസ്യമായി നടത്തുന്ന അന്വേഷണം പരസ്യപ്പെടുത്താൻ എനിക്ക് തന്നെ അധികാരം. അവർ രഹസ്യമായിട്ടൊരു അന്വേഷണം നടത്തുന്നു. ആ രഹസ്യമായി നടത്തുന്ന അന്വേഷണം പത്രപരസ്യം നടത്താൻ എനിക്ക് തന്നെ അധികാരം.
അത് വേണോ വേണ്ടെന്ന് അവർക്ക് തീരുമാനിക്കാൻ കഴിയും. ഞാൻ നാളെ ഒരു ജനപ്രതിനിധി ആവുകയാണെങ്കിൽ, അഡ്വക്കേറ്റ് അനിൽകുമാർ നാളെ ഒരു ജനപ്രതിനിധി ആവുകയാണ് എങ്കിൽ വളരെ സുതാര്യമായിട്ടായിരിക്കണം എനിക്ക് വരുന്ന ആക്ഷേപങ്ങൾ, ഞാൻ നേരിടുന്ന നിയമ നടപടികൾ എന്ന് നിഷ്കർഷിക്കേണ്ടതല്ലേ? അത് നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യമാണെന്ന കാര്യത്തിൽ ഞാൻ തർക്കിക്കുന്നില്ല. ഇപ്പോ താങ്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് ഈ തെരഞ്ഞെടുപ്പിൽ. താങ്കൾ എന്തിനാണ് താങ്കൾക്കെതിരെയുള്ള കേസുകളെല്ലാം തന്നെയും പത്രത്തിലൂടെ പരസ്യം ചെയ്യണമെന്ന് നിഷ്കർഷിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ സുതാര്യതയ്ക്ക് വേണ്ടിയിട്ടല്ലേ? ആ സുതാര്യത നിലവിലുണ്ട്. കെ ടി ജലീൽ ഇപ്പൊ പറഞ്ഞ കേസിൽ സാക്ഷി പോലുമല്ല. കെ ടി ജലീൽ പ്രതിയല്ലെന്ന് മാത്രമല്ല സാക്ഷി പോലുമല്ല. സാക്ഷി പോലും അല്ലാത്തൊരു കാര്യത്തിലാണ് അദ്ദേഹത്തെ ഈ കേരളം മുഴുവൻ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്തത്. അപ്പൊ അങ്ങനെ കേരളത്തിനകത്ത് ഏറ്റവും ഒരു കാര്യമില്ലാതെ വിചാരണ നേരിട്ട, ആക്രമണം നേരിട്ട, ഇരയാക്കപ്പെട്ട ഒരു മന്ത്രിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ നാനാ കോണുകളിൽ വേട്ടയാടുന്നുണ്ട്. ഖുറാന്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടുന്നു, ഈന്തപ്പഴത്തിന്റെ കഥ പറഞ്ഞ് വേട്ടയാടുന്നു, കള്ളക്കഥകൾ പറഞ്ഞ് വേട്ടയാടുന്നു. ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്തൊരു സമൂഹമാണ് കേരളത്തിലുള്ളത്. ഇപ്പൊ ഒരു വസ്തുതാപരമായൊരു സത്യമുണ്ട്. എന്താണ് സത്യം? ഒരു ഏജൻസി, ലോകായുക്ത, നിയമപരമായി അധികാരമുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ ഭാഗമായി ഒരു വിധി വന്നു എന്നത് സത്യമാണ്. ആ വിധി എന്ന് പറയുന്നത് ഇന്ന് 4:40 പുറത്തു വന്നത്. എല്ലാ മാധ്യമങ്ങൾക്കും എന്റെ ടെക്സ്റ്റ് മുഴുവൻ കിട്ടിയിട്ടില്ല. എനിക്കും എന്റെ ഓപ്പറേഷണൽ പാർട്ടേ കിട്ടിയിട്ടുള്ളൂ. ഫൈൻഡിങ്സ് ആണ് നമ്മളെല്ലാം കയ്യിലുള്ളത്. ഇതൊരു ഏജൻസി അല്ല, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് സാറേ, ഇതൊരു ഏജൻസി അല്ല. ഞങ്ങളത് കൊണ്ടാണല്ലേ പറഞ്ഞത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയോട് കേരളത്തിലെ പല ആളുകളും പ്രതികരിച്ച് കണ്ടില്ലേ? ഇപ്പോഴും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ശരണം വിളിക്കുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടില്ലേ? ആർക്കെതിരെയാണ് ശരണം വിളിക്കുന്നത്? ആ വിധി നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശരണം വിളിക്കുകയും ആ വിധി നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എല്ലാ വിധികളെയും എല്ലാ പവിത്രതയോടുകൂടി കാണുന്നത്. ഒരു നീതിന്യായ സ്ഥാപനത്തോട് ഏറ്റുമുട്ടാനില്ല. ലോകായുക്ത ചെറിയ സ്ഥാപനമാണെന്നൊരു വാദം ഞങ്ങൾക്കില്ല. അത് നിയമാനുസരണം രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ്. ചെറിയ സ്ഥാപനമാണ് എന്ന വാദം ഞങ്ങൾക്കില്ല എന്നല്ല പറയേണ്ടത്. ഈ ലോകായുക്ത നിയമിതമായത് ഇടതുപക്ഷം അടക്കമുള്ളവരുടെ ദീർഘകാലത്തെ സമരത്തിന് ശേഷമാണെന്നാണ് പറയേണ്ടത്. അവിടെ നമ്മൾ ഒരു അരവിന്ദ് കെജ്രിവാളിനെയോ അല്ലെങ്കിൽ ഒരു അണ്ണാ ഹസാരെയോ മാത്രം കണ്ടാൽ പോരാ. ഇന്ത്യ ആകെ ആ സമരത്തിന് പിന്നിൽ നിന്നിരുന്നു, ഇടതുപക്ഷം ശക്തമായി നിലകൊണ്ടിരുന്നു. അങ്ങനെ ഒരു അത് തന്നെയാണ് അഭിമാന പുരസ്സരം പറയുന്നത്. 5 കൊല്ലക്കാലം പൂർത്തിയാക്കുന്ന പിണറായി സർക്കാരിന്റെ പേരിൽ ഒരു വെള്ളി രൂപയുടെ അഴിമതി ആരോപണം ലോകത്താർക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യമായിട്ടൊരു ആക്ഷേപം ഉയർന്നു വന്നത് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് CP ജയരാജന്റെ പേരിൽ. അതിൽ വ്യക്തത വന്നു. അതിൽ അദ്ദേഹം കുറ്റക്കാരനല്ലാത്ത നീതിന്യായ സ്ഥാപനങ്ങൾ കണ്ടെത്തി. അദ്ദേഹം അധികാരത്തിൽ തുടർന്നു. ഇതാണ് നമ്മൾ കേരളം കണ്ടൊരു കാര്യം. നല്ല ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പറയുന്നു ശ്രീ അനിൽകുമാർ താങ്കൾ. പക്ഷേ ജസ്റ്റിസ് ബാലചന്ദ്രൻ, അങ്ങ് നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞത് കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കേരള ഹൈക്കോടതി ഇതേ കേസ് പരിഗണിക്കുന്നു. ഡോക്ടർ KT ജലീൽ കുറ്റക്കാരനല്ല എന്നും ഹർജി നൽകിയിട്ടുള്ള പൊതുപ്രവർത്തകൻ കോടതി ചെലവ് കെട്ടിവെക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ലോകായുക്ത മറിച്ചൊരു വിധി പറയുന്നു. ഏതിനാണ് വാല്യൂ സാർ? ലോകായുക്തയുടെ ഫൈൻഡിങ് ഡിക്ലറേഷൻ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് തന്നതാണ്. ഈ ഡിക്ലറേഷൻ ഉള്ളിടത്തോളവും ഒന്നുകിൽ റിസൈൻ ചെയ്യുക, അതല്ലെങ്കിൽ സ്റ്റേ വാങ്ങുക. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചുള്ളത് മാത്രമേ പറയാനുള്ളൂ. സാധാരണഗതിയിൽ ഞാൻ അതുകൊണ്ട് താങ്കൾ തന്നെയാണ് അതിന് ഉചിതമായ വ്യക്തിത്വം എനിക്ക് ചോദിക്കാനുള്ള. ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ വന്ന ഹർജി അതേ നിലയിൽ തന്നെ ലോകായുക്തക്കും പരിഗണിക്കാനാകുമോ, അതോ രണ്ടിനും വ്യത്യസ്ത സ്വഭാവമാകേണ്ടതുണ്ടോ? ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്കെതിരെ ഒരു കേസ് വന്നു, ഒരു FIR അല്ലേ ഇടാൻ പറ്റൂ. ആ FIRന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ ഇന്ത്യയിലെ ഏതെങ്കിലും കോടതിക്ക് എന്നെ ട്രയൽ നടത്താൻ പറ്റൂ. ഇതിപ്പോൾ ലോകായുക്തയും ഒരേ കേസ് പരിഗണിക്കുന്നു, ഹൈക്കോടതിയും ഒരേ കേസ് പരിഗണിക്കുന്നു എന്നുള്ള അവസ്ഥ വരാമോ? ഇപ്പോൾ ഹൈക്കോടതി, ഇപ്പോൾ അനിൽകുമാർ പറയുന്നത് പ്രകാരം ഹൈക്കോടതി പരിഗണിച്ച് വിട്ട കേസാണ് എങ്കിൽ അത് ലോകായുക്തയിൽ ചൂണ്ടിക്കാണിച്ചാൽ പോരെ. ഇത് ഹൈക്കോടതി, അതായത് നിങ്ങളുടെ അപ്പീലിംഗ് അതോറിറ്റി ഇതിനകം പരിഗണിച്ച് കുറ്റക്കാരനല്ല എന്ന് കണ്ട് വിട്ട കേസാണ് എന്ന് പറഞ്ഞാൽ ലോകായുക്തക്ക് അത് പരിഗണിക്കാനാകുമോ? ഹൈക്കോടതിയിൽ എവിഡൻസ് എടുത്തിട്ടല്ല ഒരു തീരുമാനമായത്. ഇപ്പൊ ഇതില് ആഫ്റ്റർ ഡ്യൂ ഇൻവെസ്റ്റിഗേഷൻ എ ഡിക്ലറേഷൻ ഹാസ് ബീൻ മെയ്ഡ്. അതനുസരിച്ച് അതിന്റെ റിസൾട്ട് അനുസരിച്ച് റിസൈൻ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നാളെ അപ്പീൽ കൊടുത്തൊരു സ്റ്റേ വാങ്ങിച്ചു കഴിയാമെങ്കിൽ പ്രശ്നം തീർന്നു.
അല്ല, അങ്ങനെ ഒരു കേസുണ്ടോ? അതായത് നാളെ അപ്പീൽ കൊടുക്കും എന്ന് വിചാരിച്ചിട്ട് നാളെ വരെ തുടരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ചക്ക പഴുത്ത് താഴെ വീണ് കുരു മുളച്ച് അത് ചെടിയായി വളർന്ന് അത്രയും നാറ്റം സഹിക്കാൻ ഒരു ഗവൺമെന്റും തയ്യാറാകില്ല. അല്ല, അത്രയൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞുതരാം. ഈ സ്റ്റാറ്റ്യൂട്ടിലുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വേറെ ഇതിലെ സെക്ഷൻ 14 latter portion where the competent authority is the governor, the government of Kerala, or the chief minister, he or it shall accept the declaration. Shall accept the declaration. In other cases, the competent authority concerned shall send a copy of such report to the government, which shall accept the declaration. എല്ലായിടത്തും shall ആണ്. ആ ഡിക്ലറേഷൻ ആക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇതുവരെ ആക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. 3 മണിക്കൂർ കഴിഞ്ഞിട്ടും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അതല്ല, ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. 4:40 ഡിക്ലറേഷൻ വന്നു. അപ്പൊ 4:41 റിസൈൻ ചെയ്യണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെ കുറിച്ച് പറയാൻ ആളല്ല. ശരി, ഒരു മിനിറ്റ്, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. റിസൈൻ ചെയ്യണമെന്ന് തന്നെയാണ് നിയമത്തിന്റെ ബാലപാഠം അറിയുന്നത് നമുക്കറിയാം. 2 കോടതിയിൽ ഒരേ വിഷയം ഒരേപോലെ വിചാരണ ചെയ്യാൻ കഴിയുമോ? കഴിയില്ലല്ലോ. ഇപ്പോൾ ജസ്റ്റിസ് ബാലചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹൈക്കോടതി എവിഡൻസ് എടുത്തുകൊണ്ട് ട്രയൽ നടത്തുന്ന ഒരു വിചാരണ കോടതിയല്ല ഹൈക്കോടതി എന്ന് അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ എവിഡൻസ് എടുത്തിട്ടല്ല ഹൈക്കോടതി ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ലോകായുക്ത എവിഡൻസ് എടുത്തിട്ടാണ് ഈ ഡിക്ലറേഷൻ നടത്തിയിരിക്കുന്നത്. തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റിസ് ബാലചന്ദ്രൻ പറഞ്ഞത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അത് ശരിയായ കാര്യമാണ്. ഒരു വാക്ക്, അത് ക്രിമിനൽ കേസിനെ സംബന്ധിച്ചാണ് ഡബിൾ ജിയോപാർഡി, ഒരു കുറ്റത്തിന് 2 വിചാരണ പാടില്ല എന്ന് പറയുന്നത്. അതേസമയം കൺകറന്റ് ജൂറിസ്ഡിക്ഷൻ ഉള്ള സിവിൽ മാറ്റേഴ്സ് ധാരാളമുണ്ട്. ഈ വിഷയത്തിൽ തന്നെ സിവിൽ നടപടിയുടെ ഭാഗമായിട്ടാണ് ഹൈക്കോടതിയെ ശ്രീ പി.കെ. ഫിറോസ് സമീപിച്ച സന്ദർഭത്തിൽ ഉണ്ടായൊരു വിധി ഇവിടെയുണ്ട്. അത് ഹൈക്കോടതിയുടെ ഒരു നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ലോകായുക്ത പറഞ്ഞത്. ഞാനിവിടെ ഒരു വാക്ക് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ബാലേന്ദ്ര സാറിനോട് ആദരവോടുകൂടി തന്നെ പറയട്ടെ, ഈ നിയമത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്ഥാനം അദ്ദേഹം വഹിക്കുന്നത് വോയിഡാണ് എന്ന് പറയുന്ന നിലയല്ല ആ വിധിയിലുള്ളത്, ഡിക്ലറേഷൻ ഉള്ളത്. ആ വിധി പ്രഖ്യാപിക്കുന്നതോടെ സ്ഥാനത്തുനിന്ന് മന്ത്രി മാറ്റപ്പെട്ടു എന്നല്ല വിധി. പിന്നെന്താണ്? ഇങ്ങനെയാണ് അയോഗ്യതയുണ്ട് എന്നതുകൊണ്ട് മുഖ്യമന്ത്രിയോട് നിർദ്ദേശിക്കുക, അല്ലെങ്കിൽ നിയമനാധികാരിയോട് നിർദ്ദേശിക്കുക എന്നുള്ളതാണ് ഓപ്പറേറ്റീവ് പാർട്ട് പറയുന്ന 14ാം വകുപ്പ് പറയുന്നത്. അത് പ്രകാരം മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ഫുൾ ടെക്സ്റ്റ് കിട്ടണം. ഇപ്പം ബഹുമാനപ്പെട്ട ശ്രീ നികേഷ് കുമാർ ഇവിടെ സൂചിപ്പിച്ചല്ലോ, 4:40 വിധിയുണ്ടായി. ഇതുവരെ നമുക്കാർക്കും ഇതിന്റെ ഫുൾ ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് അത് കിട്ടിയാൽ മുഖ്യമന്ത്രി എന്താ ചെയ്യുക? നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനം എന്ന നിലയ്ക്ക് അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ള ആളുകളുമായിട്ട് ആശയം നടത്തണ്ടേ? മുഖ്യമന്ത്രി ഭരണഘടനാ സ്ഥാപനമാണ്. ലോകായുക്ത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചുമതലപ്പെട്ടൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനം നടത്തുന്ന വിധി എങ്ങനെ നടപ്പാക്കണം, ഇതെന്ത് ചെയ്യണം? ഒരു കൂടിയാലോചന, നിയമപരമായ ഒരു പരിശോധന അവിടെ വേണം. ആ പരിശോധന വരുമ്പോൾ ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ എന്ത് വേണമെന്ന് മുഖ്യമന്ത്രിക്ക് ആലോചിക്കേണ്ടതല്ലേ? അത് ആലോചിക്കാൻ സമയം മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ടതല്ലേ? വിധി പകർപ്പ് പോലും മുഖ്യമന്ത്രിക്ക് ലഭ്യമാക്കിയിട്ടില്ല. വാട്സപ്പിലൂടെ മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുത്തതല്ലാതെ വിധിയുടെ പകർപ്പ് പോലും സർക്കാരിന് ലഭ്യമാക്കിയിട്ടില്ല. ഫുൾ ടെക്സ്റ്റ് പോലും ആർക്കും ലഭ്യമല്ല. അപ്പൊ ഫുൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ എന്താണ് ഇതിന്റെ സ്പിരിറ്റ്? ആ സ്പിരിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ ഉണ്ടായ പഴയ കേസുകൾ പരാമർശിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ ഓവർ റൂൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം കണ്ടിട്ടുണ്ടോ? ഹൈക്കോടതിയിലേക്ക് പോകേണ്ടതുണ്ടോ? പോകാതെ തന്നെ ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കേണ്ട കാര്യമാണോ? അതോ ഹൈക്കോടതിയിൽ വീണ്ടും സമർപ്പിക്കത്തക്ക വിധം ഹൈക്കോടതിയുടെ വിധിയും ഇതുമായി കോൺട്രഡിക്ഷൻ വന്നു എന്നാണ് ലീഗൽ ഒപ്പീനിയൻ കിട്ടുന്നതെങ്കിൽ ധാർമ്മികതയും മറ്റു കാര്യങ്ങളും ഉള്ള പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിയമവ്യവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നിയമവ്യവസ്ഥയുടെ ഭാഗമാണ് മുഖ്യമന്ത്രിയും പെരുമാറുക. ഞങ്ങൾ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയല്ല. എന്താണോ നിയമവ്യവസ്ഥ പറയുന്നത് അത് നിയമാനുസരണം നടപ്പാക്കാനുള്ള ഒരു അവകാശം, നിയമാനുസരണം നടപ്പാക്കാനുള്ള ഒരു സാവകാശം, നിയമാനുസരണം സുതാര്യമായി നടപ്പാക്കാനുള്ള ചുമതല നിർവഹിക്കാൻ മുഖ്യമന്ത്രിക്ക് സമയം നൽകുക. ഇതാണ് ജനാധിപത്യ സമൂഹം ചെയ്യേണ്ടത്. അവിടെ ഭീരുക്കളെ പോലെ ഒളിച്ചോടിയ ഒരു മുഖ്യമന്ത്രി അല്ല കേരളം കണ്ടത്. അതാണ് നമ്മൾ കണ്ടത്. ബഹുമാനപ്പെട്ട ശ്രീ ഇ.പി. ജയരാജനെയും കെ.ടി. ജലീലിനെയും സമീകരിക്കുകയോ സമീകരിക്കാതിരിക്കുകയോ ചെയ്യുന്ന ചില പ്രയോഗങ്ങൾ നടത്തിയുണ്ടായി. അതിനോട് ഞാൻ ശക്തമായി വിയോജിക്കുകയാണ്. ഈ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും ഒരുപോലെയാണ്. ആരും പാലവുമല്ല, ആർക്കും പ്രത്യേകമായ പരിഗണനയുമില്ല. എല്ലാവരും പൊതുവായി ജനാധിപത്യ സ്ഥാപനത്തിന്റെ ഓഫീസ് എന്ന നിലയ്ക്ക് സുതാര്യമായി കൈകാര്യം ചെയ്യുന്നവരാണ്. അതിന്റെ പ്രവർത്തനത്തിൽ വീഴ്ചകൾ വന്നാൽ വീഴ്ചകൾ ജനങ്ങളോട് തുറന്നു പറയാൻ ഞങ്ങൾക്കെന്താ മടി? ഈ മന്ത്രിമാരെല്ലാം സമൂഹത്തിനകത്ത് സുതാര്യമായി പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പൊ ഉണ്ടായി എന്ന് പറയുന്ന വീഴ്ചയെ സംബന്ധിച്ചും തലയിൽ കണ്ടൊരു തെറ്റും ഞങ്ങളുടെ ഭാഗത്തില്ല. അത് നടത്തിക്കൊണ്ടു പോകേണ്ടതുമായി ബന്ധപ്പെട്ട നടത്തിപ്പിൽ പോരായ്മയുണ്ടോ അതും ജനങ്ങളുടെ മുന്നിൽ വിചാരണ വിധേയമായി. ആ വിചാരണ കഴിഞ്ഞ് നിൽക്കുക നമ്മള്.
അതെ ഈ വിഷയങ്ങളൊക്കെ ജസ്റ്റിസ് ബാലചന്ദ്രൻ ഇപ്പോൾ അഡ്വക്കേറ്റ് അനിൽകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ പറയും വൈകുന്നേരമാണ് വിധി വന്നത് എന്ന്. നമ്മുടെ കയ്യിലുള്ളത് ഓപ്പറേറ്റീവ് പാർട്ട് അല്ലെങ്കിൽ ഫൈൻഡിങ്സ് മാത്രമാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വിധി കിട്ടിയാൽ മുഖ്യമന്ത്രി വായിച്ചു നോക്കുക എന്നതിനപ്പുറത്തേക്ക് സാധാരണഗതിയിൽ നിയമോപദേശം അദ്ദേഹത്തിന് കിട്ടണമല്ലോ. ആ നിയമോപദേശം കിട്ടുന്നതിൻ്റെ സമയമായിരിക്കാം ഇപ്പോഴെടുക്കുന്നത് എന്ന് സുതാര്യമായി അഡ്വക്കേറ്റ് അനിൽകുമാർ പറയുമ്പോൾ അത് താങ്കൾക്ക് വഴങ്ങുന്നുണ്ടോ? താങ്കൾക്കത് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവാത്ത കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് പറയുന്ന അത് എന്തായാലും അതനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് ഇതിലെ മുഖ്യമന്ത്രി ഈ നിർദ്ദേശം അംഗീകരിക്കണം എന്നുള്ളതാണ്. അത് അംഗീകരിക്കാൻ മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള ഭരണഘടനാപരമായ സമയം നമ്മൾ അനുവദിക്കും എന്നുള്ളതാണ്. ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നും സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിട്ടില്ല. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഞാൻ ഇതിനകത്ത് സ്റ്റാറ്റ്യൂട്ടിലുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്കൽ കമന്റിനൊക്കെ ഞങ്ങൾ ശ്രമിക്കും. താങ്കളത് അവഗണിച്ചാൽ മതി. അതിനൊന്നും ഒരു ബാല്യമില്ല. അല്ലാതെ അവഗണിച്ച് തന്നെ ഞാൻ പോണത്. ഇപ്പൊ അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം കേസ് വീക്കായിരിക്കും, സ്ട്രോങ് ആയിരിക്കും. പക്ഷെ വീക്കാണെന്നും പറഞ്ഞ് രണ്ടു ഭാഗവും വാദം പറയാൻ വേണ്ട മെറ്റീരിയൽസ് ഉണ്ടാവും. അതനുസരിച്ച് വാദം പറയും. എനിക്കിതിൽ ഒന്നേ പറയാനുള്ളൂ, ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള ഒരു അതോറിറ്റി ആയിട്ടാണ് ലോകായുക്ത കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ അലിഗേഷൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതിന്റെ എവിഡൻസിന്റെ പേരിൽ കണ്ടതാണിത്. അവസാനം പറഞ്ഞിട്ടുണ്ട് വി മേക്ക് എ ഡിക്ലറേഷൻ ടു ദാറ്റ് ഇഫക്ട് എന്നും പറഞ്ഞാണ്. ആ ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ ഹു ഈസ് ദ കോമ്പറ്റന്റ് അതോറിറ്റി ഹാസ് നോ അതർ ഗോ ബട്ട് ടു ആക്സെപ്റ്റ്. അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ the minister has to resign. അതെ. ഇനി അഥവാ മുഖ്യമന്ത്രി കരുതുന്നു രാജിവെക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളൊരു ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയാൽ ഇതിലെ കക്ഷികൾക്ക് പിന്നെ എന്താണ് ചെയ്യാൻ കഴിയുക? അതായത് സംസ്ഥാന സർക്കാർ അപ്പീലും പോകുന്നില്ല, സംസ്ഥാന സർക്കാർ ഈ മന്ത്രിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നുമില്ല എന്ന് വിചാരിക്കുക. ഈ പറയുന്ന പരാതിക്കാരന്, ഹർജിക്കാരന് മറ്റെന്ത് സാധ്യതകളാണ് ഉള്ളത്? എന്തോ അയ്യോന്ന് ചോദിച്ചാ അതല്ല, അവർക്കും ഇത് എൻഫോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞൊരു സ്റ്റാറ്റ്യൂട്ട് ഇത് കൊണ്ടുവന്നതാണെന്ന് വരികിൽ ഇപ്പൊ ഞാൻ രാഷ്ട്രീയമൊന്നും പറയല്ല, ഇതൊരു മാർക്സിസ്റ്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന സ്റ്റാറ്റ്യൂട്ടാണിത്. അവര് കൊണ്ടുവന്ന സ്റ്റാറ്റ്യൂട്ടാണ്. ഇതിലെന്ത് പറഞ്ഞാലും ഇതനുസരിച്ച് എന്ത് നടന്നാലും ഞങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യാനാ? എപ്പോ കൊണ്ടുവന്ന സ്റ്റാറ്റ്യൂട്ടാണ് സാർ? ഞാൻ പറഞ്ഞില്ല, അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല. പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ഞാൻ ആളല്ലാന്നോ? CPM ഗവൺമെന്റ് കൊണ്ടുവന്ന് പറഞ്ഞാൽ ഈ 2016 നമ്മൾ എപ്പോഴാണ് ലോകായുക്തയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിട്ടുള്ളത്? 10 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. എന്തോ 10 കൊല്ലല്ലേ ആയിട്ടുള്ളൂ ലോകായുക്തയുടെ. കേട്ടില്ല. പല്ലില്ലാത്ത ലോകായുക്തയും പല്ലുള്ള ലോകായുക്തയെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങിയിട്ട്. ഇത് 1999-ലാണ്. 99. ശരി, മനസ്സിലായി. ശ്രീ അനിൽകുമാർ പറഞ്ഞോളൂ. ഇത് CPM സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് വേറെ സാധ്യതകളൊന്നുമില്ല എന്നാണ് ജസ്റ്റിസ് ബാലചന്ദ്രൻ പറയുന്നത്. ആര് ഏത് ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്നാലും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇത്രേ പറഞ്ഞുള്ളൂ, CPM മിനിസ്ട്രി ഉണ്ടായിരിക്കുമ്പോൾ വന്ന സ്റ്റാറ്റ്യൂട്ട് ആണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞങ്ങളുടെ സമീപനം വളരെ വ്യക്തമാണ്. ഞങ്ങൾ അഴിമതിക്കെതിരാണ്, സ്വജനപക്ഷപാതത്തിനെതിരാണ്. തെറ്റായ ഒരു പ്രവൃത്തിയും കേരളത്തിലെ LDF-ന്റെ മന്ത്രിമാരുടെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ വന്ന വിഷയത്തിലും ഈ നിയമം എന്താണോ അത് നടപ്പാക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് നിയമത്തിൽ നിന്ന് ഒളിച്ചോടുകയോ വിധിയിൽ നിന്ന് ഒളിച്ചോടുകയോ അല്ല. ആ വിധിയെ യുക്തിസഹമായി പരിശോധിക്കുകയും എന്താണോ നിയമം അനുശാസിക്കുന്നത് അത് നിർവഹിക്കേണ്ട വഴിയുണ്ട്. ആ നിർവഹിക്കേണ്ട വഴികളിലേക്ക് പോകുന്നതിന് പകരം അത് പോവുകയില്ല എന്നൊരു മുൻവിധി ആവശ്യമില്ല.
ഇത് പാലിക്കപ്പെടാൻ പോകുന്നില്ല എന്നൊരു മുൻവിധി ആവശ്യമില്ല. വിധി വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. ആ ഗൗരവത്തോടു കൂടി തന്നെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളൊരു ഗവൺമെന്റാണ് കേരളത്തിലിരിക്കുന്നത്. രാഷ്ട്രീയ വ്യവസ്ഥയിൽ അതിന്റെ അന്തസ്സും ആഭിജാത്യവും ഉയർത്തിപ്പിടിക്കുക, സുതാര്യത ഉയർത്തിപ്പിടിക്കുക, നിയമവ്യവസ്ഥ. അതുകൊണ്ട് തന്നെ ഞങ്ങളാരും ഇതിൽ ഭയപ്പെട്ടു പോവുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇപ്പം നമ്മുടെ EDയുടെ ഭാഗമായി വന്ന മുമ്പ് ഞാൻ പരാമർശിച്ച വിഷയങ്ങൾ പോലെ ഏതെങ്കിലും രാഷ്ട്രീയമായി വന്നാൽ പ്രതിരോധിക്കുക, അത് ഞങ്ങളുടെ ചുമതലയാണ്. അത് ചുമതല നിർവഹിക്കുമ്പോൾ തന്നെ നിയമപരമായ പരിരക്ഷയും ആവശ്യമുണ്ട്. ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ മന്ത്രിയുടെ പ്രവർത്തനം നിയമാനുസൃതമാകണം. ഉത്തമ ബോധ്യത്തോടെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യും. ആ ചെയ്യുന്ന സന്ദർഭത്തിൽ നിയമപരമായിട്ടല്ലാതെ ചില കാര്യങ്ങൾ വന്നു എന്ന് കണ്ടാൽ അതിൽ നിയമപരമായ പരിരക്ഷയുടെ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ പരിശോധന ആവശ്യമുണ്ട്. അത് മാത്രം ചെയ്യുമെന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് വിധിയെ വെല്ലുവിളിക്കാനോ വിധി പറഞ്ഞവരെ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപിക്കാനോ അല്ല നിലപാട് സ്വീകരിക്കുന്നത്. ആ വിധി നിലവിലുണ്ട്, വിധി വന്നു കഴിഞ്ഞു, അത് പൂർണ്ണമായും ലഭ്യമാക്കണം. മുഖ്യമന്ത്രിക്ക് അത് സമർപ്പിക്കേണ്ടതാണ് എന്ന് ആ വിധി തന്നെ പറയുന്നുണ്ടല്ലോ. അവർ നിയമാനുസരണം ലോകായുക്ത മുഖ്യമന്ത്രിയെ അറിയിക്കട്ടെ, മുഖ്യമന്ത്രിക്ക് അത് അയച്ചു കൊടുക്കട്ടെ. കൊടുക്കുന്ന സാവകാശമെങ്കിലും കൊടുക്കേണ്ടതല്ലേ? ആ നിയമത്തിൽ പറയുന്ന സാവകാശമെങ്കിലും ഗവൺമെന്റ് കൊടുക്കേണ്ടതല്ലേ? കൊടുത്തിരിക്കുന്നു, പക്ഷെ എത്ര വേണം പറയും. യെസ്, അത് കൊടുത്തു കഴിയുമ്പോൾ ലോകായുക്ത കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ലോകായുക്ത ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞു, മുഖ്യമന്ത്രി എത്ര ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കും? അങ്ങനല്ല. ആ നിയമത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, കോപ്പി ഈസ് ടു ബി സെർവ്ഡ് ടു ദി ഇംപ്ലിമെന്റിംഗ് ഏജൻസി. 14-ാം വകുപ്പിലാണ്. ഒരു കോപ്പി ഇംപ്ലിമെന്റിംഗ് ഏജൻസിക്ക് സെർവ് ചെയ്യണം. ആരാ നടപ്പാക്കേണ്ടത്? ഈ 3 പേജ് കൊടുത്താൽ പോരാ. ഇങ്ങനെ വിധിന്യായം ഉണ്ട് എന്നുള്ളത് ഇംപ്ലിമെന്റിംഗ് ഏജൻസിക്ക് കൊടുക്കണം. അത് മുഖ്യമന്ത്രിക്കെതിരാണ്, ഗവർണർക്ക് കൊടുക്കണം. മന്ത്രിമാർക്കെതിരെയാണ്, മുഖ്യമന്ത്രിക്ക് കൊടുക്കണം. അതാ 14-ാം വകുപ്പ് പറയുന്നത്. ആ വകുപ്പ് പ്രകാരം മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടില്ല. ലോകായുക്ത സീൽ വെച്ച് മുഖ്യമന്ത്രിക്ക് അഡ്രസ് ചെയ്ത് ലെറ്റർ സഹിതം കൊടുത്തിട്ടില്ല. കൊടുക്കണ്ടേ? അതിന് തിങ്കളാഴ്ചയല്ലേ കൊടുക്കാൻ പറ്റൂ. അത് കൊടുത്തു കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയെ പരിശോധിച്ച് നിയമപരമായ പരിഗണനയിൽ മുന്നോട്ട് വരും. ഇതിലൊന്നും ഒരു ഒളിച്ചോടലിന്റെ പ്രശ്നമില്ല. തലയിൽ മുണ്ടിടണം. ഇതിന്റെ ആകത്തുക എന്താണ് ശ്രീ അനിൽകുമാർ? ഈ സർക്കാർ ഈ സ്വജനപക്ഷപാതത്തിന്റെ സർക്കാരാണ് എന്ന് ഈ അന്തിമ വിധിയോടുകൂടി സ്ഥാപിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്? ഈ സർക്കാരിനെതിരെ ഉയർന്നു വന്നതിനുള്ള ഏറ്റവും വലിയ ആക്ഷേപം ഒരു ലോകായുക്ത വിധിയിലൂടെ അംഗീകരിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. ഒരു KT ജലീലിൻ്റെ സെക്കൻഡ് കസിൻ ഒരു പദവിക്ക് വേണ്ടി അല്ലെങ്കിൽ സെക്കൻഡ് കസിനെ ഈ പദവിയിൽ കുത്തിത്തിരികുന്നതിന് വേണ്ടി യോഗ്യതാ മാനദണ്ഡങ്ങൾ മാറ്റി ഡോക്ടർ KT ജലീൽ അദ്ദേഹത്തെ ഈ സ്ഥാപനത്തിലേക്ക് എടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണല്ലോ ഈ കേസിന് ആധാരമായിട്ടുള്ള വിഷയം. എന്നിട്ട് പോലും വിവാദമായതിന് ശേഷം ഡ്യൂ ടു സം അൺഅവോയ്ഡബിൾ ഒഫീഷ്യൽ റീസൺ അയാൾ ആ ഇൻ്റർവ്യൂവിന് ഹാജരാകുന്നുമില്ല. എന്നിട്ട് പോലും 2 മുൻ ഹൈക്കോടതി ജഡ്ജിമാർ ഉപലോകായുക്തയും ലോകായുക്തയും സംയുക്തമായി ഒരു വിധി എഴുതുന്നതിലൂടെ ഈ സർക്കാർ, പിണറായി വിജയൻ സർക്കാരിൻ്റെ ടാഗ് ലൈൻ എന്താണ്? സ്വജനപക്ഷപാത സർക്കാർ എന്നായി മാറിയിട്ടുണ്ടോ? യെസ്, അതിന് ഒരു വാക്ക്, അതിന്റെ മെറിറ്റിലേക്ക് പോകാൻ അങ്ങനെ നിർബന്ധിക്കുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഞാൻ മെറിറ്റിലേക്ക് പോകാതെ തന്നെ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഈ പറയുന്ന വിവാദ വ്യക്തി, അദ്ദേഹം ഒരു ബാങ്കിലെ ചീഫ് മാനേജറായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ അവിടുത്തെ ശമ്പളം എത്രയായിരുന്നു? സാറേ, ഞാൻ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഈ ഉദാഹരണം കൊണ്ടുപോകുന്നത്. EP ജയരാജൻ മുതൽ പിന്നീട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ PSC സമരത്തിന് ആധാരമായിട്ടുള്ള കാരണങ്ങളെല്ലാം തന്നെയും എത്രയായിരം നിയമനങ്ങളാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് വിവിധ പദവികളിൽ. എത്രയായിരം താൽക്കാലിക നിയമനങ്ങളാണ് നിങ്ങൾ സ്ഥിര നിയമനങ്ങളാക്കി മാറ്റിയിട്ടുള്ളത്. അതാരുടെ? PSCയിലെ റാങ്ക് ലിസ്റ്റിൽ കാത്തിരിക്കുന്നവരുടെ കണ്ണീര് മറികടന്നുകൊണ്ട്, അവഗണിച്ചുകൊണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ നികേഷ് കുമാറിനെ ഒരു കാര്യത്തിൽ ഞാൻ വെല്ലുവിളിക്കുന്നത് PSCക്ക് വിട്ട ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ഈ സർക്കാർ താൽക്കാലിക നിയമനം നടത്തിയതായി തെളിയിക്കാമോ? 2, പിണറായി സർക്കാർ വന്ന ശേഷം താൽക്കാലിക നിയമനം കിട്ടിയ ആരെയെങ്കിലും ഒരാളെ സ്ഥിരപ്പെടുത്തിയെന്ന് തെളിയിക്കാമോ? ഒരു മാധ്യമപ്രവർത്തകൻ ഞാൻ തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ ഇല്ല എന്ന് തന്നെ ഞാൻ താങ്കളുടെ ഭാഗം ചേർന്ന് പറയാം. ഈ താൽക്കാലിക നിയമനങ്ങളെല്ലാം PSCക്ക് വിടുകയും സുതാര്യമായ രീതിയിൽ നിയമനം നടത്തുകയും ചെയ്യേണ്ട സർക്കാരാണ് നിങ്ങളുടെ സർക്കാർ. അതിനു പകരം നിങ്ങൾ പാർട്ടി ബന്ധുക്കളെ അവിടെ താൽക്കാലിക നിയമനം ഇതൊക്കെ
യുക്തിസഹമായി ചിന്തിച്ചാൽ നാട്ടുകാർക്ക് മനസ്സിലാകുന്നതല്ലേ? Yes, നമ്മൾ yes. കൂട്ടിക്കുഴച്ച് കുറെ കാര്യങ്ങൾ ഒന്നിച്ച് പറയുമ്പോൾ ആളുകൾ അതിൽ ആശയക്കുഴപ്പം ഉണ്ടാകും. അങ്ങനെ രക്ഷപ്പെടാമെന്ന് കരുതുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് അഡ്വക്കേറ്റ് അനിൽകുമാർ? ഇതെല്ലാം തന്നെ സർക്കാർ പദവികളാണ്. ഈ സർക്കാർ പദവികളിലെ താൽക്കാലിക നിയമനം എന്ന അടിസ്ഥാനത്തിലല്ല ഇവരെ 10 വർഷത്തേക്ക് നിയോഗിക്കുന്നത്. അവരെ ഈ 10 വർഷം കഴിഞ്ഞാൽ പിൽക്കാലത്ത് അവർക്ക് സ്ഥിര നിയമനം നൽകാൻ കഴിയുമെന്ന് പറഞ്ഞ ബന്ധുക്കളെ അങ്ങ് അഴിച്ചു വിടുകയാണ് സർക്കാർ സർവീസുകളിൽ. ഇനിയിപ്പോ ഈ സർക്കാരാണ് ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയത് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ സർക്കാരിന് കൂടി നിയമപരമായ ബാധ്യതയുണ്ട്. ഈ സർക്കാർ സർവീസുകളിലൊക്കെ ഈ പാർട്ടി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം നിയമിക്കാതെ സുതാര്യമായ രീതിയിൽ പരീക്ഷ, അത് PSC അല്ല എങ്കിൽ മറ്റു രീതിയിൽ പരീക്ഷകൾ നടത്തി നിയമിക്കാനുള്ള ബാധ്യത, ആ ബാധ്യത നിങ്ങൾ പാലിച്ചില്ല. ഈ വിധിയോടുകൂടി അത് അണ്ടർലൈൻ ചെയ്യപ്പെടുകയാണ്. അല്ലല്ല, ഇത് കൂട്ടിക്കുഴയ്ക്കരുത്. അങ്ങ് കേരളത്തിലെ മാധ്യമ രംഗത്ത് സ്വകീയമായ സംഭാവന ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, ഒരു പുതിയ ചാനൽ തുടങ്ങുന്നു, എങ്ങനെ നിയമനം നടത്തും? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സർക്കാരിന് അങ്ങനെ ചാനൽ തുടങ്ങിയാൽ നിയമനം നടത്താൻ പറ്റുമോ? ആ പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്ന മേഖലയിലെ ജൈവ ബുദ്ധിജീവികൾ, ഞാൻ പറയുന്ന ഒരു വാക്ക് ആവർത്തിച്ച് പറയുന്നു, ഓർഗാനിക് ഇന്റലക്ച്വൽ. ആരാ ഓർഗാനിക് ഇന്റലക്ച്വൽ? ഇന്ന് ടെക്നോളജിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ പ്രാപ്തമുള്ള ആളുകളെ താൽക്കാലികമായി വെച്ചുകൊണ്ടാണ് ആ സ്ഥാപനം ആരംഭിക്കുക. നോക്കൂ, ഒരു ചാനലിന്റെ ഉദാഹരണം, ഈ നാട്ടില് ജനറൽ എന്റർടൈൻമെന്റ് ചാനൽ വരുമ്പോൾ അതിന്റെ ആദ്യമ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ആള്, ഈ നാട്ടില് ന്യൂസ് ചാനൽ വരുന്ന ഘട്ടത്തിൽ അതിന്റെ തലപ്പത്തിരിക്കാൻ അർഹത കിട്ടിയ, എന്താ പറയാ, അതിന് തലപ്പത്തിരിക്കാൻ അനുഗ്രഹം കിട്ടിയ ഒരാളെന്നുള്ള നിലയിൽ താങ്കൾ ചോദിച്ച ഉദാഹരണത്തിന് പരീക്ഷ എഴുതി കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സാധാരണഗതിയിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോലും ഇപ്പോൾ ആളെടുക്കുന്നത്. പക്ഷേ സർക്കാർ ഓഫീസുകളിൽ അങ്ങനെയല്ല. ഇതിൻ്റെയൊക്കെ എത്രയോ എഫിഷ്യൻസി ആവശ്യമുള്ള, മികവ് ആവശ്യമുള്ള ആ സർക്കാർ ഓഫീസുകളിൽ അങ്ങനെയല്ല ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പരാതി. അങ്ങ് ശരിയായി ചൂണ്ടിക്കാണിച്ചു. അവിടെ ഞാൻ പറഞ്ഞ പോയിന്റ് എവിടെയാണ്? അതിന്റെ സാങ്കേതികത കൈകാര്യം ചെയ്യുന്ന ആളുകൾ, പുതിയ ടെക്നോളജി വരുന്ന മേഖലകളിൽ സാങ്കേതിക കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അതിനെ ഉൾക്കൊള്ളത്തക്ക വിധം നമ്മുടെ PSCക്ക് മാറ്റം വന്നിട്ടില്ല, നിയമന വ്യവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടില്ല, സ്വീകരിച്ചു വരുന്നു. നിയമനം നടന്നത് ആരാണ് മാറ്റം വരുത്തേണ്ടത്? അത് ചെയ്യും. ആ മാറ്റം വരുത്തുന്നത് എന്ന് പറയുന്നത് ഒരു മുന്നോട്ട് പോകുന്ന വഴിയിൽ ഉൾക്കൊണ്ടു പോകേണ്ട നിലപാടാണ്. അവിടെയാണ് ഗവൺമെന്റ് ഒരു നിലപാട് പറഞ്ഞത്. എന്താണ്? പിണറായി സർക്കാർ വന്ന ശേഷം താൽക്കാലിക നിയമനം നടത്തിയ ഒരു കേസിലും സ്ഥിരപ്പെടുത്തിയില്ല. 10 കൊല്ലം എങ്കിലും, ആ 10 കൊല്ലം എന്നുള്ളത് ചെയ്യാൻ പോകുന്നത് രണ്ടാം പിണറായി സർക്കാരോ അല്ലെങ്കിൽ ഇനി എപ്പോഴെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വരുമെങ്കിൽ ആ സർക്കാരോ ആണ്. അങ്ങനെയാണല്ലോ സാധാരണഗതിയിൽ കണ്ടിട്ടുള്ളത്. ശരി, നമ്മൾ ആ വാദത്തെ അനിൽ ബോസിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഈ വിധി, എൻ്റെ നേരത്തെ ശ്രീ അനിൽകുമാറിനോട് ചോദിച്ച ചോദ്യം തന്നെ, ഈ വിധി നിങ്ങൾ ഈ സർക്കാരിനെതിരെ വലിയ കുറ്റപത്രം നേരത്തെ തന്നെ ചുമത്തിയിരുന്നല്ലോ, ആ ചുമത്തിയതിനുള്ള അംഗീകാരമായി കാണുന്നുണ്ടോ ശ്രീ അനിൽ ബോസ്? അനിൽ ബോസ് പറയുന്നുണ്ടോ? മ്യൂട്ടാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ചർച്ചയിൽ സാഹൂതം ശ്രദ്ധിച്ചത് അനിൽകുമാറിന്റെ നിലപാടിനെയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം മിനിമം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം കോട്ടയം പോലൊരു അക്ഷര നഗരിയിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് എന്ന ഔചിത്യം കൂടി നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തോട് ഞാൻ സവിനയം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു കാര്യം ആഗ്രഹിക്കുക. കേരളത്തിൽ ഏതാണ്ട് 638 KSFE ബ്രാഞ്ചുകളുണ്ട് കേരളത്തിൽ, നിങ്ങൾക്കറിയാം. ആ ബ്രാഞ്ചുകളിൽ ഏറ്റവും താഴത്തെ തസ്തികയിൽ നിങ്ങൾ പറഞ്ഞല്ലോ, സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരെ തെരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ PSCക്ക് ആ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ചിലരെ വഴിവിട്ട് നിയമിക്കേണ്ടി വന്നതെന്നാണല്ലോ പറഞ്ഞതിന്റെ സാങ്കത്യം. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ 638 ബ്രാഞ്ചുകളിൽ ശരാശരി 4 പേരെ വെച്ച് ഏറ്റവും താഴത്തെ തസ്തികയിൽ, സ്വീപ്പർ തസ്തികയിൽ നിയമിക്കുക എന്ന് പറയുന്ന ഒരു കീഴ്വഴക്കം കാലങ്ങളായി നിലനിൽക്കുന്നു. അത് എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്ത മുൻഗണനാ പട്ടികയിൽ നിന്നാണ് നിയമിക്കേണ്ടത്. ഞാൻ അനിൽകുമാറിനോട് വളരെ ഉത്തരവാദിത്വം വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. രാഷ്ട്രീയമായി നിങ്ങൾ ഈ സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ ഈ വിധി ശരിവെക്കുന്നുണ്ട്. നികേഷ് കേട്ടില്ല. രാഷ്ട്രീയമായി നിങ്ങൾ ഈ സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ, അതായത് സ്വജനപക്ഷപാതത്തിന്റെ സർക്കാരാണിത് എന്ന് പറഞ്ഞത് ഈ വിധി ശരിവെക്കുകയാണ്.
അല്ല, ഇത് മാത്രമല്ല നികേഷ്, ഇവർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളതും ഇപ്പോൾ ലോകായുക്തയുടെ വിധിയും അടക്കം ഇനി വരാനിരിക്കുന്ന ഒരുപാട് ഉത്തരവുകൾ കാത്തിരിക്കുകയാണ്. ഇത്തരം ഇതേ സമാന സ്വഭാവമുള്ള വിധികൾ വരാനിരിക്കുന്നു, അന്വേഷണ കണ്ടെത്തലുകൾ വരാനിരിക്കുന്നു. ഈ ഗവൺമെന്റിന്റെ കൊടിയ വഞ്ചനയുടെ കഥകൾ ഇപ്പൊ പറഞ്ഞല്ലോ. ഇവിടെ ഇപ്പോഴും EP ജയരാജൻ ഒരു നീതി, ജലീലിന് ഒരു നീതി എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും ഉത്തരം പറയാൻ, വളരെ വ്യക്തമായ ഉത്തരം പറയാൻ അനിൽകുമാർ തയ്യാറായില്ലല്ലോ. ഈ ഗവൺമെന്റ് അഴിമതിക്കെതിരെ നിലപാടെടുത്തു എന്ന് പറയുമ്പോൾ 3 മന്ത്രിമാർ ഈ ഗവൺമെന്റിൽ രാജിവെച്ച് പോയി. വെള്ളപൂച്ചിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഈ ഗവൺമെന്റിന്റെ അന്വേഷണ സംവിധാനങ്ങൾ കയ്യിലിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ലോകായുക്ത പോലെ ഒരു ഇത് പോലും ഒരു ഉത്തരവ് നൽകിയിട്ട് ആ ഉത്തരവിനെ പോലും ഞാൻ പറയുന്നു. അനിൽകുമാർ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് നിയമപരമായ പരിശോധന വേണ്ടി വരും, അദ്ദേഹത്തിന് പല അന്വേഷണങ്ങൾ വേണ്ടി വരും. പക്ഷെ ഒരു സാമാന്യ മര്യാദ KT ജലീലിന് വേണ്ടേ? അദ്ദേഹം രാജ്യസന്നദ്ധത പൊതുജനത്തോട് അറിയിക്കേണ്ട, മുഖ്യമന്ത്രിയോട് ലോകായുക്തയുടെ ഉത്തരവ് ഇങ്ങനെ വന്നിരിക്കുന്നു, എന്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടെങ്കിൽ രാജിക്ക് ഞാൻ തയ്യാറാണ് എന്ന് പറയാനുള്ള ഒരു ഔചിത്യം പിന്നീട് ഇവർ KT ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കുറെ എണ്ണം വന്നുപോയി, ഒരു കാര്യമില്ലാത്ത കുറെ എണ്ണം. നമ്മൾ പറഞ്ഞത് എന്താണ് KT ജലീലിനെതിരെ? ഈന്തപ്പഴത്തിന്റെ കുരു എടുത്തു കളഞ്ഞ് അതിനകത്ത് സ്വർണം വെച്ചു, വേദപുസ്തകത്തിന്റെ വേദഭാഗം എടുത്തു കളഞ്ഞ് അതിനകത്ത് സ്വർണം വെച്ചു എന്നുള്ളതാണ്. അങ്ങനെ എടുപിടിയെന്ന് രാജിവെച്ചാൽ എത്ര പ്രാവശ്യം രാജിവെക്കേണ്ടി വരുമായിരുന്നു KT ജലീൽ? നികേഷ്, അതും ഇതുമായി കൂട്ടിക്കുഴയ്ക്കരുത്. അതൊക്കെ അന്വേഷണത്തിന്റെ വഴിയിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളാണ്. ഇതല്ലല്ലോ. അദീബ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബന്ധുവിനെ നിയമിച്ചു എന്നുള്ളത് ശരിയാണല്ലോ. കേരളത്തിലെ നിയമിച്ചിട്ടില്ല, അഭിമുഖത്തിന് പോലും പങ്കെടുത്തിട്ടില്ല അദ്ദേഹം. നിയമിച്ചിട്ടൊന്നുമില്ല. ഡ്യൂ ടു സം അൺഅവോയ്ഡബിൾ ഒഫീഷ്യൽ റീസൺ ഞാൻ അഭിമുഖത്തിന് വരുന്നില്ലെന്ന് പറഞ്ഞ് മാറുന്നതാണ്. നോക്കൂ, ഇത് ഭാവിയിൽ ഈ സ്വജനപക്ഷപാതം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു പാഠപുസ്തകമായി സ്വന്തം ആഫീസിൽ വെക്കാൻ കൊള്ളുന്ന ഒരു വിധിയാണ്. കാരണം സ്വന്തം ബന്ധു തന്നെ വേണം. ഇപ്പോൾ നേരത്തെ അനിൽകുമാർ ചൂണ്ടിക്കാണിച്ചല്ലോ, സ്വന്തം ബന്ധു, ഒരു വിശ്വസ്തൻ അവിടെ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ എന്ന് ജലീലിന് തോന്നിയിട്ടുണ്ടാകാമെന്നാണ് പറയുന്നത്. അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ മന്ത്രിക്ക്. സ്വന്തം ബന്ധു മാത്രമേ അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊരു തോന്നൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നിലവിൽ ഔചിത്യം എന്ന് പറയുന്നത് അവരവരുടെ സംസ്കാരത്തിൽ നിന്നും ഉയർക്കൊള്ളേണ്ടതാണ്. അധ്യാപകനായതുകൊണ്ടോ മന്ത്രി ആയതുകൊണ്ടോ മഹാനായി മാറത്തില്ല. അത് അവരുടെ പ്രവൃത്തികളിലൂടെ തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഏതൊക്കെ ആക്ഷേപങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ കാലാകാലങ്ങളിൽ ഉയർന്നു വരാറുണ്ട്, അതിനെ അവർ പ്രതിരോധിക്കട്ടെ. നിയമപരമായ അന്വേഷണങ്ങൾ വരുന്നെങ്കിൽ അത് നേരിടട്ടെ. ഇതല്ലല്ലോ പ്രശ്നം. ഇത് പട്ടാപ്പകൽ പിടിക്കപ്പെട്ടൊരു കാര്യമല്ലേ? അർഹതയില്ലാത്ത ഒരാളെ, മതിയായ യോഗ്യതയില്ലാത്ത ഒരാളെ നിയമിച്ചുവെന്നും അദ്ദേഹത്തെ ഒഴിവാക്കി എന്നുള്ളതും അത് പച്ചയായ യാഥാർത്ഥ്യമല്ലേ? ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ അദ്ദേഹത്തെ നിയമിച്ച പദവിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നുള്ളത് സത്യമല്ലേ? അപ്പൊ ലോകായുക്ത ഇത്തരം ഒരു വിധി പറയണമെങ്കിൽ അതിന് തക്കതായ റീസണും രേഖകളും ഉണ്ടായിട്ടല്ലേ വിധി പറഞ്ഞത്. അതിന് അനിൽകുമാർ പറഞ്ഞ ന്യായീകരണം നല്ലതാണ്, നിയമപരമായ പരിശോധനയ്ക്കുള്ള സാവകാശം. പക്ഷെ ഒരു ഔചിത്യം, ഒരു സംസ്കാരം, കേരളത്തിലെ ജനങ്ങളോട് ഒരു പ്രതിബദ്ധത, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. ഇനി ജയിക്കാൻ വേണ്ടി ഒരു വാശിയുടെ സമയമല്ലല്ലോ ഇപ്പം. ഇനി റിസൾട്ട് വന്നോളും, ആര് വേണേ ജയിക്കട്ടെ, LDF ആവട്ടെ UDF ആവട്ടെ. പക്ഷെ ഈ സന്ദർഭത്തിലെങ്കിലും ഔചിത്യമുള്ള ഒരു പ്രതികരണം മന്ത്രി ജലീലിൽ നിന്ന് കേരളം പ്രതീക്ഷിച്ചു. അതുണ്ടായിട്ടില്ല. ഇടതുപക്ഷ മുന്നണിയിൽ നിന്നോ CPM-ൽ നിന്നോ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയിൽ നിന്നോ ഉണ്ടായാൽ അത് അത്യത്ഭുതം, ഒരു സുനാമി പോലെ വരും എന്ന് മാത്രമേ നമുക്ക് കരുതാൻ പറ്റൂ. അതിനപ്പുറം ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. വളരെ നന്ദി അനിൽ ബോസ്. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് അനിൽകുമാർ, ജസ്റ്റിസ് ബാലചന്ദ്രൻ, A സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന് എഡിറ്റേഴ്സ് സംസാരിച്ചത്. നമസ്കാരം.